യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. കഴിഞ്ഞ ശ്ലോകത്തില് ആദ്യമായിട്ട് പൂജ എന്നുള്ളത് ഭഗവാൻ പറഞ്ഞു. ശരീരം കൊണ്ട് ചെയ്യപ്പെടുന്നത് പൂജ. ശരിക്കും ശരീരത്തിനെ ശുദ്ധമാക്കുന്ന ശരീരം കൊണ്ടുള്ള ധ്യാനമാണ് പൂജ. വാക്കുകൊണ്ടുള്ള ധ്യാനമാണ് ജപം. മനസ്സുകൊണ്ടുള്ള ധ്യാനമാണ് നമ്മൾ ധ്യാനം എന്ന് പറയുന്നത്. ഹൃദയത്തിൽ ഭഗവത് അനുഭവം വരുമ്പോ ശരീരം കൊണ്ട് ചെയ്യുന്നതൊക്കെ പൂജയാവും. യദ്യത് കർമ്മ കരോമി തത്തത് അഖിലം ശംഭോ തവ ആരാധനം. ആചാര്യസ്വാമിയുടെ ഒരു ശ്ലോകമാണ്. പരമേശ്വര, ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ പരമേശ്വരന്റെ ആരാധനയാണ്. യദ്യത് കർമ്മ കരോമി തത്തത് അഖിലം ശംഭോ തവ ആരാധനം. ഈ ശ്ലോകം എല്ലാത്തിലും വരും, വേറെ വേറെ രീതിയിൽ. സൗന്ദര്യലഹരിയില് ജപോ ജൽപശില്പം സകലമപി മുദ്രാ വിരചന ഗതി പ്രാദക്ഷിണ്യക്രമണം അശനാദ്യാഹുതിവിധി പ്രണാമസംവേശ സുഖമഖിലം ആത്മാർപ്പണദൃശാം സപര്യാപര്യായസ്തവ ഭവതു യന്മേ വിലസിതം. ഞാൻ വർത്തമാനം പറയണതൊക്കെ ജപമായി തീരട്ടെ. ഞാൻ കൈകൊണ്ട് കാണിക്കുന്നതൊക്കെ മുദ്രയായിട്ട് തീരട്ടെ. നടക്കുന്നതൊക്കെ പ്രദക്ഷിണമായിട്ട് തീരട്ടെ. എന്തൊക്കെ ചെയ്യുന്നുവോ സപര്യയായിട്ട് തീരട്ടെ പൂജ. അപ്പൊ പൂജ എന്ന് പറയുന്നത് സ്ഥൂലമായ തപസ്. പുംസി അജായാഹ ലയഃ, അതാണ് പൂജ എന്നാണ് ഒരു വ്യുത്പത്തി. പുംസി എന്ന് വെച്ചാൽ പുരുഷനിൽ, ആത്മാവിൽ, ഭഗവാനിൽ. അജായാഹ, അജ എന്ന് വെച്ചാൽ മനസ്സ്, മായ. ആ മായ പരമപുരുഷനിൽ ലയിക്കുന്നതാണ് പൂജ എന്നാണ്. പുംസി അജായാഹ ലയ. അപ്പൊ അതാദ്യം പറഞ്ഞു. എന്നിട്ട് അതിനെ ജ്ഞാനതലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് ഭഗവാൻ പറഞ്ഞു, ജഗത്ത് മുഴുവൻ ശിവന്റെ അഷ്ടമൂർത്തിയായ പരമേശ്വരന്റെ സ്വരൂപമായി കണ്ടുകൊണ്ട് ചെയ്യുന്ന സേവയൊക്കെ പൂജയാണ്. അഷ്ടമൂർത്തിഭൃത് ദേവപൂജനം. അഷ്ടമൂർത്തിയായ ദേവന്റെ പൂജയാണ്. ഇത്രയും പറഞ്ഞ് ഇനിയിപ്പോ ജപത്തിലേക്ക് വരികയാണ്. ഈ അഷ്ടമൂർത്തിയായിട്ട് ഭഗവാനെ പൂജിക്കാന്ന് പറയുമ്പോ സ്ഥൂലമായിട്ടും തമിഴ്നാട്ടിൽ പോയാൽ 8 മൂർത്തികൾ ഉണ്ട്. ഭൂമി കാഞ്ചീപുരം, ജലം തിരുച്ചിയിലെ ജംബുകേശ്വരം, അഗ്നി അരുണാചലം, ആകാശം ചിദംബരം, സൂര്യചന്ദ്രലിംഗങ്ങൾ അവിടെ എവിടെയായിട്ടുണ്ട്. ഇനിയിപ്പോ ഗുജറാത്തിൽ പോയാൽ സൂര്യലിംഗമുണ്ട്, ചന്ദ്രലിംഗമുണ്ട്, പിന്നെ പരമപുരുഷനായിട്ടുള്ള ലിംഗം. ഇങ്ങനെ അഷ്ടമൂർത്തി. ഇപ്പൊ അരുണാചലത്തിൽ തന്നെ പ്രദക്ഷിണം വരുമ്പോ 8 കാണും. ഗിരിപ്രദക്ഷിണം വരുമ്പോ അമ്പലത്തിന്റെ അടുത്ത് ഇന്ദ്രലിംഗം, രമണാശ്രമത്തിനടുത്ത് വരുമ്പോ അഗ്നിലിംഗം, കുറച്ചങ്ങോട്ട് പോയാൽ യമലിംഗം, പിന്നെ നിർവൃതി, വരുണൻ, വായു, കുബേരൻ എന്ന് പറയും, സോമൻ, ഈശാനൻ. അതിന്റെ നടുവിൽ സൂര്യനും വരും. അത് അഷ്ടലിംഗം, അഷ്ടവസ്തുക്കളായിട്ട്. ഈ അഷ്ടവസ്തുക്കളായിട്ടും ഈശ്വരന്റെ ലിംഗം തന്നെയാണ്. അങ്ങനെ അഷ്ടമൂർത്തിഭൃത് ദേവപൂജനം. അത് സ്ഥൂലമായ ഒരു കാര്യം.
പക്ഷെ ഇപ്പൊ ഭഗവാൻ പറഞ്ഞു ജഗത്ത് മുഴുവൻ അഷ്ടമൂർത്തിയായി ഈശ്വരന്റെ സ്വരൂപമാണ്. അതുകൊണ്ട് അങ്ങനെ ഭാവം ഉണ്ടായാൽ ചെയ്യുന്ന സേവയൊക്കെ തന്നെ പൂജയായിട്ട് തീരും. ഇതിപ്പോ പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ നല്ല സുഖമുണ്ടാവും. പ്രായോഗികത്തിൽ പലപ്പോഴും ഇത് അനുഭവത്തിൽ വന്നാലേ ഫലിക്കുള്ളൂ. എല്ലാവരും ജഗത്തിനെ മുഴുവൻ ഭഗവത് സ്വരൂപമായി കണ്ട് സേവ ചെയ്യൂ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ സുഖമായിട്ടുണ്ട്. ഒരു സോഷ്യൽ സർവീസ് ആസ്പെക്ട് നിന്ന് നല്ല കേൾക്കാൻ സുഖമായിട്ടിരിക്കും. പക്ഷേ വ്യവഹാരത്തിൽ ഇറങ്ങുമ്പോൾ കാണാം, നമ്മൾ ഭഗവാനാണെന്ന് കാണാൻ പോകുന്ന ആള് പലതും പെരുമാറുമ്പോ നമുക്ക് അയാൾ ഭഗവാനാണെന്ന് തോന്നില്ല. പലരും പറയും ഭഗവാനാണെന്ന് വിചാരിച്ചിട്ടാ പോയത്, പക്ഷെ അത് സാധിക്കണില്ല. അയാൾ പെരുമാറുന്നത് കാണുമ്പോൾ അയാളോട് എങ്ങനെ ഭഗവത് ബുദ്ധി വെക്കും, എങ്ങനെ ഈശ്വര ബുദ്ധി വെക്കും? അയാൾ വിപരീതമായിട്ട് പെരുമാറുന്നു. അപ്പോഴാണ് ഇതിന്റെ ഒരു സീക്രട്ട് നമ്മൾ മനസ്സിലാക്കാം. അതായത് ഭാവാദ്വൈതം സദാ കുര്യാത് ക്രിയാദ്വൈതം ന കരേച്ചിത് എന്ന് പറഞ്ഞിട്ടൊരു വാസിഷ്ഠത്തിലൊരിത് വരും. ആർക്കാണ് എല്ലാം ഭഗവാൻ എന്ന് കരുതാൻ പറ്റുകയെന്ന് വെച്ചാൽ ആ വ്യക്തിയിൽ നിന്ന് നമ്മൾക്കൊന്നും കിട്ടാനില്ലെങ്കിൽ, ആ വ്യക്തിക്ക് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴും അതിൽ നിന്നും യാതൊരു പ്രതീക്ഷയുമില്ലെങ്കിൽ, നമ്മൾ തികച്ചും സ്വതന്ത്രരായി കഴിയുമ്പോൾ, ആഗ്രഹ നിവൃത്തി വന്നു കഴിയുമ്പോൾ വ്യവഹാരം ഇല്ലാത്ത ആൾക്കേ അത് പറ്റുള്ളൂ. വ്യവഹാര ബുദ്ധിയോടുകൂടെ പോകുമ്പോൾ നമുക്ക് കാണാം, വേറൊരാളെ കണ്ട് അയാളിൽ ഈശ്വര ബുദ്ധി വെച്ചുകൊണ്ട് പെരുമാറാൻ പോകുമ്പോൾ ദോഷം വരും, നടക്കില്ല. എന്താന്ന് വെച്ചാൽ നമുക്കും അയാളിൽ ചില പ്രതീക്ഷയുണ്ട്, അതിനനുസരിച്ച് അയാൾ നിന്ന് തരില്ല. ഈ ദോഷങ്ങളൊക്കെ പ്രപഞ്ച വ്യവഹാരത്തിൽ വരും. അതുകൊണ്ടാണ് ശങ്കരാചാര്യസ്വാമി ഈശാവാസ്യോപനിഷത്ത് മന്ത്രത്തിന് ഭാഷ്യം എഴുതുമ്പോൾ സന്യാസിനാം ഏഷ സമ്പ്രദായ, സന്യാസത്തിന്റെ ഭാവം ഉള്ളിലുള്ള ആൾക്ക് എന്നുവെച്ചാൽ തികച്ചും സ്വാർത്ഥത പോയി കഴിയുമ്പോഴേ ജഗത്തിനെ മുഴുവൻ ഈശ്വര സ്വരൂപമായി കാണുക എന്ന് കേൾക്കുമ്പോൾ ആനന്ദം തോന്നുന്ന ആ ആശയം പ്രായോഗികമാവുള്ളൂ. അപ്പോ ഭഗവാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ആദ്യം ഇതൊക്കെ കാണുന്നവൻ ആരെന്ന് നോക്കൂ. ഒരു ഭക്തൻ ചോദിച്ചു ഭഗവാന്റെ അടുത്ത്, ഗീതയിൽ ഭഗവാൻ പറയുന്നു, കൃഷ്ണൻ പറയുന്നു, ജഗത്ത് മുഴുവൻ വാസുദേവ സ്വരൂപമായിട്ട് കാണണമെന്ന് പറയണു, ഇതല്ലേ ഉയർന്ന ഒരു സ്ഥിതി എന്ന് രമണ മഹർഷിയോട് ചോദിച്ചു. അപ്പൊ അതിന് ഭഗവാൻ രമണ മഹർഷി പറഞ്ഞ ഉത്തരം, എല്ലാം വാസുദേവനായിട്ട് കാണണമെങ്കിൽ ഈ കാണുന്നവനാര്? ഈ കാണുന്നവൻ തന്റെ സ്വരൂപം എന്താണെന്ന് ആരാഞ്ഞ് താൻ ആരാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ താൻ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഇതൊന്നുമല്ല, തന്റെ ഉണ്മയായ സ്വരൂപത്തിനെ ശുദ്ധ പ്രജ്ഞാനം മാത്രമായിട്ട് ചൈതന്യമായിട്ട് വാസുദേവ തത്വമായിട്ട് ഹൃദയത്തിൽ അനുഭവിക്കുമ്പോൾ ആ അനുഭവം സഹജമായിട്ട് മറ്റുള്ളവരിൽ കാണും. ആ വഴിയിലേ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദ്യം ആത്മജ്ഞാനത്തിന് ആത്മാനുഭവത്തിനായിട്ട് യത്നിക്കണം. ആത്മാനുഭവത്തിന് യത്നിക്കണമെങ്കിലോ ഉപാസന, മനസ്സിനെ അന്തർമുഖമാക്കുന്ന വിദ്യയ്ക്ക് പേരാണ് ഉപാസന. ബഹിർമുഖമായിരിക്കുന്ന ചിത്തത്തിനെ പതുക്കെ പതുക്കെ ഉള്ളിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. വെളിയിൽ മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നിടത്തോളം ഉള്ളിലിരിക്കുന്ന വസ്തു എങ്ങനെ തെളിയും? അതുകൊണ്ട് ബഹിർമുഖമായ ചിത്തത്തിനെ അന്തർമുഖമാക്കുക. അപ്പോ ഒരു ചോദ്യം, മനസ്സ് സദാ അലഞ്ഞുകൊണ്ടേയിരിക്കും, പിടിച്ചിട്ടൊന്നും നിൽക്കണില്ല. മനസ്സിനെ വേദാന്തികൾ സങ്കല്പ വികല്പാത്മകം മനഃ, മനസ്സെന്ന് വെച്ചാൽ സങ്കല്പിക്കുക, വികല്പിക്കുക, ഇതൊക്കെയാണ്. ഭഗവാൻ രമണ മഹർഷി മനസ്സിന് രണ്ട് വിധത്തിൽ ഡെഫിനിഷൻ കൊടുത്തു.
ഒന്ന്, ആരംഭത്തിൽ നമുക്ക് സാധനയ്ക്ക് സഹായമായിട്ട് ഒരു ഡെഫിനിഷൻ എന്താന്ന് വെച്ചാൽ, മനസ്സെന്ന് വെച്ചാൽ എന്താ? കുറെ ചിത്തവൃത്തികൾ. ആദ്യം പറഞ്ഞു ആത്മസ്വരൂപത്തിൽ ഉദിച്ചുയരുന്ന ഒരു അപൂർവ ശക്തി, ഉളതുനിൽ അലതിലാ അതിശയ ശക്തി. ആത്മസ്വരൂപത്തിൽ ഉദിച്ചുയരുന്ന ഒരു അപൂർവ ശക്തി. അതായത് ആത്മാവിനെ നിങ്ങൾ ശിവൻ എന്ന് പറയുമെങ്കിൽ ഈ മനസ്സ് തന്നെയാണ് ശക്തി. ജഗദീശ്വരിയുടെ സ്വരൂപമാണത്. സൗന്ദര്യലഹരിയിലെ മനസ്സിനെ ആദ്യത്തെ അവതാരം, ദേവിയുടെ ആദ്യത്തെ അവതാരമായിട്ട് തന്നെയാണ് സ്തുതിച്ചിരിക്കുന്നത്. മനസ്ത്വം, ഹേ അംബികേ ജഗദീശ്വരി, ഈ മനസ്സായിട്ട് തോന്നുന്നുണ്ടല്ലോ അത് നീയാണ്. അങ്ങനെ കാണാമെങ്കിൽ സാധനയേ വേണ്ട. ഈ മനസ്സ് ആത്മാവായ വിശ്വനാഥന്റെ ഹൃദയസ്ഥാനത്തിൽ ഉദിക്കുന്ന ഒരു ശക്തിയാണ്. ആ ശക്തിവിശേഷം ദിവ്യമാണ്. അത് ജഗദീശ്വരിയുടെ സ്വരൂപമാണ് എന്ന് കണ്ടാൽ പിന്നെ മനസ്സിൽ എന്ത് വിചാരം വേണമെങ്കിൽ വന്നോട്ടെ. അയ്യോ ഭയങ്കര വിചാരം വരണമെന്ന് നമ്മൾ പറയണു. അത് ചിലപ്പോൾ അച്ഛൻ കുട്ടിയെ പേടിപ്പിക്കാനായിട്ട് പുലിവേഷം കെട്ടി വന്നാൽ കുട്ടിക്ക് അച്ഛനാണെന്ന് അറിഞ്ഞാൽ പേടിക്കോ? അച്ഛനാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ പേടിക്കും. അച്ഛനാണ് ഈ പുലിവേഷം കെട്ടിയിരിക്കണമെന്ന് അറിഞ്ഞാൽ പേടിക്കോ? അമ്മയാണ് ഈ വേഷം കെട്ടി വന്നിരിക്കുന്നത് അറിഞ്ഞാൽ പേടിക്കോ? അതുപോലെ ഇതിനകത്ത് അന്തര്യാമിയുടെ ഈ ദിവ്യശക്തിയാണ് കാമത്തിന്റെ വേഷത്തിലും ക്രോധത്തിന്റെ വേഷത്തിലും അസൂയയായിട്ടും രാഗദ്വേഷമായിട്ടും പല 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 വൃത്തിപ്രവാഹങ്ങളായിട്ട് ഉദിക്കണതെന്ന് അറിഞ്ഞാൽ, അതിന്റെ ബേസിക് സ്റ്റഫ് ചൈതന്യമാണെന്ന് അറിഞ്ഞാൽ അതിന്റെ വിഷം പോയി പോകും, ദ്വൈതം പോയി പോകും. പക്ഷെ അത് വളരെ ഉയർന്നൊരു സ്ഥിതിയാണ്. അത് ധ്യാനമണ്ഡലത്തിൽ, അനുഭൂതി മണ്ഡലത്തിൽ ചിത്വദർശനം, തത്വദർശനം എന്ന് ഭഗവാൻ പറയാൻ പോണു. അതൊക്കെ കഴിഞ്ഞിട്ട് യോഗസ്ഥിതിയിലിരിക്കുന്നവർക്ക് അത് പ്രായോഗികമാവുള്ളൂ. അപ്പൊ അവര് സഹജമായ നിഷ്ഠയിലാവും. ആദ്യത്തെ പടി ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നത് മനസ്സെന്ന് വെച്ചാൽ എന്താ? കുറെ വിചാരങ്ങള്, ചിത്തവൃത്തി, തോട്ട്സ്. സിംപ്ലിഫൈ ചെയ്തു. ഇതിൽ കൂടുതലൊന്നും നിങ്ങൾ കരുതണ്ട. മനസ്സെന്താ? വൃത്തിപ്രവാഹം. ഇപ്പൊ ഇത് എന്ത് ചെയ്യണം? മനസ്സ് ശാന്തമായിട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അധികം തോട്ട്സ് ഒന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്ഥിതിയാണ്. ഒരാൾ ഒരു പുസ്തകം എഴുതി, തോട്ട്ലെസ് മൈൻഡ്. പപ്പടം പോലെ ചെലവായി പുസ്തകം. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, തോട്ട്ലെസ് ആയാൽ അതെങ്ങനെ മൈൻഡാവും? ഇഫ് ഇറ്റ് ഈസ് തോട്ട്ലെസ് ഇറ്റ് ഈസ് നോട്ട് എ മൈൻഡ്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഇട്ടാലേ പുസ്തകം ചെലവാവുള്ളൂ. എല്ലാവർക്കും അത് കാണുമ്പോ, ആ പേര് കാണുമ്പോ തന്നെ ആകർഷണമാണ്. തോട്ട്ലെസ് മൈൻഡ്. നഹി ചഞ്ചലതാഹീനം മനഃ ക്വചന വിദ്യത്തെ. ചഞ്ചലമല്ലാത്ത മനസ്സ്, അങ്ങനൊരു സാധനമില്ല. ചഞ്ചലത്വം മനോധർമ്മ, വഹ്നേഹേ ധർമ്മ യഥാ ഉഷ്ണത. അഗ്നിക്ക് ചൂട് പോലെ മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചലിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ. അത് ചലനമില്ലെങ്കിൽ അതിന് മനസ്സെന്ന് പേരില്ല. ആത്മാ ചലനമില്ലെങ്കിൽ അവിടെ മനസ്സിനെ എവിടെ കാണും? അത് മനസ്സില്ല. മനസ്സെന്ന് പറയുന്ന സാധനം ഇല്ലാതായിട്ട് തീർന്നാൽ പിന്നെ അതിനെ അവിടെ സ്റ്റില്ലായിട്ടിരിക്കണമെന്ന് വെച്ചാൽ സ്റ്റിൽ മൈൻഡ്. അതൊരു പുസ്തകമാണ്. നിശ്ചലമായ മനസ്സ്. നിശ്ചലമായ അത് മനസ്സില്ല, അത് ആത്മാ. നിശ്ചല തത്വം, ആത്മസ്വരൂപം. അപ്പോ ചഞ്ചലമായിട്ടിരിക്കുന്ന മനസ്സിനെ ഒരാലംബത്തിനെ കൊടുത്ത് അതിനെ ഏകാഗ്രപ്പെടുത്തുക. മനസ്സിന്റെ ഉത്തമമായ സ്ഥിതി ഏകാഗ്രം ആണ് എന്നാണ് യോഗം. വിക്ഷേപം, കഷായം, ലയം, മൂഢം, ക്ഷിപ്തം എന്തൊക്കെയോ പറയും.
എനിക്കൊന്നും ഇപ്പോൾ പോണ്ട. നമുക്കറിയണ സ്റ്റേജ് ഇതിലേതിലെങ്കിലും ഒന്നിലാണ് സാധാരണ നമ്മൾ ഇരിക്കുക എന്ന് മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. കുറേ ചിത്തവൃത്തികൾ വന്നുകൊണ്ടിരിക്കണു. ഇപ്പോൾ മഴ പെയ്ത് കുറച്ച് നിന്നാൽ ഈ പാറ്റ വരും, അതുപോലെ ചിത്തവൃത്തികൾ ഇങ്ങനെ വരിക. ചിലപ്പോ ചിത്തവൃത്തിയൊന്നുമില്ല, പക്ഷെ മൂഡ് ഓഫ് അതാണ് കഷായം. അതെന്താന്ന് ഇപ്പൊ ആർക്കും അറിയില്ല. ചെറിയ ചെറിയ കുട്ടികൾ പോലും പറയണു മൂഡ് ഓഫ്. വിക്ഷിപ്തമായിട്ടിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള മനസ്സിന്റെ സ്ഥിതി. ഏകാഗ്രം എന്ന് വെച്ചാൽ മനസ്സ് ഏതെങ്കിലും ഒരു തത്വത്തിൽ, ഒരു വസ്തുവിൽ നിഷ്ഠമായിട്ട് നിൽക്കുക. അലഞ്ഞുകൊണ്ടേയിരിക്കുന്ന മനസ്സിന് ഭഗവാൻ പറയുന്ന ഒരു ഉദാഹരണമാണ്, ആനയെ തെരുവിൽ കൊണ്ടുപോകുമ്പോ ആനയുടെ തുമ്പിക്കൈയില് ചങ്ങലയോ പട്ടയോ എന്തെങ്കിലുമൊക്കെ പിടിക്കാൻ കൊടുക്കും, തടിയോ വല്ലതും പിടിക്കാൻ. അങ്ങനെ പിടിച്ചിട്ടില്ലെങ്കിൽ ആന വഴിയിൽ കിട്ടുന്നതൊക്കെ പെറുക്കിക്കൊണ്ടുപോകും. വശങ്ങളിലുള്ള കടയിലുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ തുമ്പിക്കൈ വീഴും. അതുകൊണ്ട് പിടിക്കാൻ എന്തെങ്കിലും കൊടുത്താൽ അത് പിടിച്ച് നേരെ നടന്നോളും. അതുപോലെ അലഞ്ഞുകൊണ്ടേയിരിക്കുന്ന ചിത്തം, ചഞ്ചലമായിട്ടിരിക്കുന്ന മനസ്സിന് ഏതെങ്കിലും ഒന്നില് നിർത്തുക. നാമത്തിലോ രൂപത്തിലോ മന്ത്രത്തിലോ. അപ്പോഴാണ് പറയണത്, അയ്യോ മനസ്സ് നിൽക്കണില്ല, അത് എന്തിലെങ്കിലുമൊക്കെ നിർത്താന്ന് വെച്ചാൽ നിൽക്കണ്ടേ. ലോകം മുഴുവൻ ചുറ്റ. ഭഗവാൻ തന്നെ അരുണാചല അക്ഷരമണമാലയിലെ ഒരു സുന്ദരമായ പാട്ട്, ഊർസുറ്റുളം വിടാതെ ഉന്നെ കണ്ട് അടങ്ങിട ഉൻ അഴകൈ കാട്ടെന്ന അരുണാചല. അരുണാചലേശ്വരനോട് പറയാണ്, ഈ ചിത്തം ലോകം മുഴുവൻ ചുറ്റിത്തിരിയണം. അത് അടങ്ങണമെങ്കിൽ എന്തൊക്കെ വിദ്യയുണ്ടെന്ന് വെച്ചാൽ, സഹജമായിട്ട് മനസ്സ് ചില സ്ഥലത്ത് നിൽക്കും. നല്ല സുന്ദരമായൊരു വസ്തു കണ്ട അവിടെ നിൽക്കും. സുഖം കിട്ടിയാൽ അവിടെ നിൽക്കും. നമുക്ക് സെക്യൂരിറ്റി ഉണ്ടെന്ന് കണ്ടാൽ അവിടെ പോയി നിൽക്കും. ഇതൊക്കെ മനസ്സിന്റെ സ്വഭാവമാണ്. ഈ സെക്യൂരിറ്റി അന്വേഷിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ആത്മാവിലാണ് സെക്യൂരിറ്റി. സത്വസ്തു, ഒരിക്കലും നാശമാകാത്ത വസ്തു, അതിനെയാണ് സെക്യൂരിറ്റിയിൽ അന്വേഷിക്കുന്നത്. ആത്മാവിന്റെ സൗന്ദര്യം എന്ന് പറയുന്നതാണ് ചിത്ത്. അതിനെയാണ് സൗന്ദര്യത്തിൽ അന്വേഷിക്കുന്നത്. ആത്മാവിന്റെ സ്വരൂപമായ ആനന്ദം, സുഖം, അതിനെയാണ് പുറമേക്ക് സുഖത്തിൽ അന്വേഷിക്കുന്നത്. ഇത് മൂന്നും പുറമേയുള്ള വസ്തുക്കളും മാറിക്കൊണ്ടേയിരിക്കും. എപ്പോഴാണോ ഈ മനസ്സ് ആത്മാവിലാണ് സൗന്ദര്യം, ആത്മാവിലാണ് സുഖം, ആത്മാവിലാണ് നിത്യത്വം എന്നറിയണത്, അത് നല്ലവണ്ണം കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ ആ ഹൃദയസ്ഥാനത്തിനെ വിട്ട് പുറത്തു പോവുകയില്ല. അതുകൊണ്ട് സച്ചിദാനന്ദം, ആത്മസ്വരൂപം എന്താണ്? സച്ചിദാനന്ദം, സത്ത് ചിത്ത് ആനന്ദം, ഇരുപ്പ്, സ്വയം പ്രകാശം, സുഖം. ആ സച്ചിദാനന്ദ സ്വരൂപമായ ആത്മാവായ അരുണാചലേശ്വരനോട് ഭഗവാൻ പറഞ്ഞു, നിന്റെ സ്വരൂപം നീ കാണിച്ചു തരും. അപ്പൊ പൊതുവെ അന്തര്യാമി എന്തിനെങ്കിലുമൊക്കെ ഒന്നേ വിടും. ഈ ജീവനെ ഹൃദയസ്ഥാനത്തിലേക്ക് ആകർഷിക്കാനായിട്ട് ഹൃദയത്തിൽ നിന്നും തന്നെ പുറപ്പെടുന്ന ഒരു ശക്തിവിശേഷം, ആ ശക്തിവിശേഷത്തിനെ നമ്മൾ അരുൾ, കൃപ, ഗ്രേസ്, ആത്മാവിന്റെ ശക്തി എന്ന് പറയും. ഈ സാധകൻ ആത്മാവിനെ വരിക്കണു, എനിക്ക് ആത്മസാക്ഷാത്കാരം വേണം എന്നുള്ളില് ഒരു പരിശ്രമം, അന്വേഷണമൊക്കെ തുടങ്ങുമ്പോ യം ഏവ ഏഷ സാധകഃ വൃണുതേ തസ്യ സാധകസ്യ ഏഷഃ ആത്മാ സ്വാം തനൂം വിവൃണുതേ. ഉപനിഷത്തിലെ ഒരു മന്ത്രമാണ്. ആ മന്ത്രം ചിലപ്പോൾ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് അന്താളിച്ചു പോകും.
എന്താന്ന് വെച്ചാൽ മന്ത്രം പറയണത് ആരെ ഈ ആത്മാവ് വരിക്കുന്നു അവർക്ക് ഈ ആത്മാവ് തന്നെ കാണിച്ചു കൊടുക്കണം. ഈ സാധകന് ഒരു സ്ഥാനവുമില്ല. ഈ ആത്മാവ് ആരെ വരിക്കുന്നുവോ, ചൂസ് ചെയ്യുന്നുവോ, അവർക്ക് ഈ ആത്മാവ് ഹൃദയസ്ഥാനത്തിലുള്ള തന്റെ വൈഭവത്തിനെ, മഹിമയെ പ്രകാശിപ്പിച്ചു കൊടുക്കണു. ഇത് ഒരു വിധത്തിൽ സത്യമാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ സാധന ചെയ്താലും അനുഷ്ഠാനം ചെയ്താലും എല്ലാം കഴിഞ്ഞ് സാക്ഷാത്കാരം നേടി തിരിച്ചു നോക്കുമ്പോ അനുഭവം എങ്ങനെയിരിക്കണമെന്ന് വെച്ചാൽ ഞാനൊന്നും ചെയ്തില്ല എന്നാണ്. സാധനാകാലത്തിൽ ഞാൻ ചെയ്യണമെന്നുള്ള ഭാവമുണ്ട്. സിദ്ധന് തിരിഞ്ഞു നോക്കുമ്പോ ഞാൻ ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് പോലും ആ ശക്തിയാണ് ചെയ്തത്. പക്ഷേ ഇരുമ്പ്, ഒരു ഇരുമ്പ് പാവ മാഗ്നറ്റ് അടുത്ത് വെച്ചാൽ അത് നടന്നു പോകണം. അപ്പൊ ഇരുമ്പ് പാവയ്ക്ക് ബുദ്ധി വെച്ചാൽ ഇരുമ്പ് പാവ വിചാരിക്കുക ഞാൻ മെനക്കെട്ട് നടന്നു പോവാണെന്നാണ്. വാസ്തവത്തിൽ നടക്കുന്നത് എന്താ? ഈ കാന്തത്തിന്റെ ശക്തി ഇരുമ്പ് പാവയെ തന്റെ അടുത്തേക്ക് ആകർഷിക്കുകയാണ്, ബലമായി ആകർഷിക്കുകയാണ്. ഇരുമ്പിന് ദൂഷ്യമുണ്ടെങ്കിൽ ആകർഷിക്കാൻ പറ്റില്ല. അപ്പോ ഇരുമ്പിന്റെ ശക്തിയെ അല്ലാതെ, ഇരുമ്പിന് ഇരുമ്പ് എന്നുള്ളത് ഉണ്ടെന്നല്ലാതെ വേറൊന്നുമില്ല. അതുപോലെ ഈ ജീവനെ അന്തര്യാമി ആകർഷിക്കണം. പക്ഷെ ഭഗവത്പാദർ ആചാര്യസ്വാമി ഭാഷ്യത്തിൽ പറഞ്ഞു, ഈ ശ്ലോക മന്ത്രത്തിനെ യേശ സാധക യമേവ വൃണുത്തെ, ഈ സാധകൻ ആത്മാവിനെ വരിക്കണം. അത് ഫസ്റ്റ് തിങ്. എനിക്ക് വേണം, ഉള്ളില് തീവ്രമായ മോക്ഷേച്ഛ ജാഗ്രതമാവണം, മുക്തിക്കുള്ള ഇച്ഛ ജാഗ്രതമാവുന്നു, സ്വാതന്ത്ര്യത്തിന്, സത്യദർശനത്തിന്, സത്യത്തിന് വേണ്ടിയുള്ള ഇച്ഛ ജാഗ്രതമായി കഴിയുമ്പോ അന്തര്യാമിയായ ആത്മാവ് സ്വയമേവ ഉള്ളിലാണ് വാതിലടച്ചിരിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് കോളിംഗ് ബെൽ അടിച്ചാൽ ഉള്ളിന്ന് ഒരാൾ വന്ന് തുറക്കണ പോലെ യു ജസ്റ്റ് ഇൻഫോം and from inside it will be opened. ഭഗവാൻ അക്ഷരമണമാലയിൽ പറയണു ഇതിന് ഉദാഹരണം. മഹർഷി 16 വയസ്സില് ബാഹ്യമായ അധ്യാത്മമായ ഒന്നും പുറമേക്കില്ലാതിരിക്കുന്ന ഒരു സമയത്ത്, സ്കൂൾ പഠിച്ചും കളിച്ചും കൊണ്ട് നടക്കുന്ന സമയത്ത് ഒരു ബന്ധു വീട്ടിൽ വന്നു. കാഷ്വലായിട്ട് കുട്ടി പോയിട്ട് ചോദിച്ചു, എവിടുന്ന് വരണു? അരുണാചലം. ബാഹ്യപ്രജ്ഞയില്ലാതെ സമാധിസ്ഥിതനായിട്ട് നിന്നു ഈ കുട്ടി. അറിവറും சிறுவயதது മുതൽ അരുണാചലം മികപ്പെരിതന അറിവിനിലങ്ക. മഹർഷിയുടെ ഓട്ടോബയോഗ്രഫിയാണ് അരുണാചല അഷ്ടകം എന്ന കൃതി. അതില് മഹർഷി തന്നെ പറയണു, കുട്ടിക്കാലം മുതൽ, ശരിക്കും പറഞ്ഞാൽ ഗർഭത്തിലുള്ളപ്പോ മുതൽ ഈ അരുണാചലം എന്നൊരു ഭാവമണ്ഡലത്തിൽ സ്പന്ദിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പൊ ഒരാൾ വന്ന് പറയണു ഞാൻ അരുണാചലത്തിൽ നിന്ന് വരണു എന്ന് പറഞ്ഞു. വെളിയിലെ അരുണാചല നാമം കേട്ട ഉടനെ ഉള്ളില് അത് ജാഗ്രതമായി பெயர் நினைத்திடவே பிடித்து இழுத்தனை உன் பெருமையார் அறிவார் അരുണാചല. ആ നാമത്തിനെ കേട്ട ഉടനെ പിടിത്ത് ഇഴുത്തனை, ആ ഭഗവാന്റെ നാമം ശ്രവിച്ച ഉടനെ എന്തായി? ഹൃദയത്തിൽ നിന്നൊരു ശക്തി ആകർഷിച്ച് ഹൃദയത്തിൽ അടക്കിക്കളഞ്ഞു. പെയർ നിനത്തിടവേ പിടിത്ത് ഇഴുത്തனை, വലിച്ചു ഇഴുത്തുകൊണ്ടുവന്നു. പെരുമൈ യാർ അറിവാർ അരുണാചല. ഭഗവാൻ പറയണേ, ഹേ അരുണാചല, അങ്ങയുടെ അവിടുത്തെ വൈഭവം എങ്ങനെ പറയും? അപ്പൊ പെയർ എന്ന് പറഞ്ഞാൽ അവിടെ നാമം, പേര്. നാമം
ഭഗവാന്റെ നാമം, മന്ത്രം ഇതൊക്കെ തന്നെ വാസ്തവത്തിൽ ദീക്ഷ കിട്ടുന്നത് അന്തർയാമിയിൽ നിന്നാണ്. നല്ല സമ്പ്രദായത്തിൽ പലപ്പോഴും ഗുരു ഉപദേശിക്കുന്നതിന് മുമ്പ് ഈ സാധകന്മാർക്ക്, ശിഷ്യന്മാർക്ക് സ്വപ്നത്തിൽ, ദർശനത്തിൽ ഉപദേശമൊക്കെ കിട്ടും. അവർക്ക് സ്വപ്നത്തിൽ കിട്ടിയതായിരിക്കും പിന്നെ ആചാര്യൻ വെളിയിൽ നിന്നും പറയണത്. ഒരുപാട് ഉത്തമ സമ്പ്രദായങ്ങളിലൊക്കെ നടക്കും. അതൊരു കൺവിക്ഷൻ പോലെയാണ്. ആദ്യം ഉള്ളിൽ സ്വപ്നത്തിൽ ഉപദേശമൊക്കെ കിട്ടും, പിന്നെ ഗുരു പുറത്ത് പറയും. അപ്പൊ വാസ്തവത്തിൽ ഉപദേശിക്കുന്നത്, സ്വപ്നത്തിൽ ഉപദേശിക്കണമെന്ന് വെച്ചാൽ ആരുപദേശിക്കും? സ്വപ്നം അന്തർയാമിയുടെ ഒരു ഭാഷയാണ്. പക്ഷെ അതും പറഞ്ഞ് എല്ലാ സ്വപ്നത്തിനെയും ഭാഷ എടുക്കാൻ പാടില്ല. ആളുകൾക്ക് തലയ്ക്ക് സൂക്കേടായിക്കളയും ചിലപ്പോൾ. സ്വപ്നത്തിനൊക്കെ അർത്ഥം അന്വേഷിച്ച് സ്വപ്നം, അതൊക്കെ യോഗസ്ഥിതിയിൽ ഇത് രണ്ടും വ്യത്യാസം അറിയണം. മനസ്സ് പറയണതിനും ഹൃദയത്തിൽ നിന്ന് വരുന്ന ഇൻറ്റ്യൂഷനും ഇൻസ്റ്റിങ്ക്റ്റും തോട്ട്സും ഒക്കെ ഒരേപോലെ തോന്നും അല്ല സാധാരണ. അതുകൊണ്ട് സാധാരണ ആളുകൾ ഒരിക്കലും ഉള്ളുന്നു വരണു ഞാൻ ചെയ്തു എന്ന് പറയാനേ പാടില്ല എന്നാണ് സമ്പ്രദായം. അതുകൊണ്ട് ഗുരു ആജ്ഞയനുസരിച്ച്, ശാസ്ത്രം പറയണതിനനുസരിച്ച്, ധർമ്മശാസ്ത്രത്തിന്റെ വരമ്പിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക. നല്ലവണ്ണം പക്വമാവുമ്പോ ഹൃദയസ്ഥാനത്തിൽ നിന്നും വരുന്നത് ഇൻഫാലിബിൾ ആയിട്ടിരിക്കും. ഒരു തെറ്റ് പറ്റില്ല, അത് വേറെ. അപ്പോ ഹൃദയത്തിൽ നിന്നും ഈശ്വരൻ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വഴി തുറന്നു തരും. സങ്കീർത്തനമോ നാമജപമോ ഭഗവാന്റെ രൂപധ്യാനമോ അല്ലെങ്കിൽ ചിലർക്കൊരു ഭാവമണ്ഡലമോ എന്തെങ്കിലുമൊക്കെ അനാവൃതമാവും. ഇത് ഉപാസനാ രഹസ്യമാണ്. വാസ്തവത്തിൽ ഉപാസനയ്ക്ക് ശാസ്ത്രീയമായ പേര് രഹസ്യം എന്നാണ്. ഉപാസന എന്നുള്ളതിന് ഭാഗവതത്തില് ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിക്കുന്ന ചതുശ്ലോകി ഭാഗവതം പറയുമ്പോ പറയണത് ജ്ഞാനം, വിജ്ഞാനം, രഹസ്യം, അംഗം, ഈ നാലും കൂടെ ഉപദേശിച്ചു എന്നാണ്. ജ്ഞാനം ശാസ്ത്രജ്ഞാനം, വിജ്ഞാനം അനുഭവജ്ഞാനം, രഹസ്യം എന്ന് പറഞ്ഞാൽ ഉപാസന, അംഗം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കർമ്മത്തിനെ കുറിച്ച് പറഞ്ഞു, കർമ്മത്തിനെ കുറിച്ചുള്ള അറിവ്, സാധനാചതുഷ്ടയ സമ്പത്തി, സദാചാരം, ഇതൊക്കെ അംഗമാണ്. ഈ നാലും കൂടി ഉള്ള ഒരു പരമ്പര, ഗുരുപരമ്പര, ആ പരമ്പരയെ സമ്പ്രദായമെന്ന് സമ്മതിക്കുകയുള്ളൂ നമ്മളുടെ ആചാര്യന്മാർ. സമ്പ്രദായം എന്ന് വെച്ചാൽ അതിൽ ഈ നാല് ഉണ്ടാവണം എന്നാണ്. ചില സമ്പ്രദായങ്ങളിൽ ചില ഉപാസനാ സീക്രട്സ് മാത്രമേ ഉണ്ടാവും. ജ്ഞാനം, വേദാന്ത വിജ്ഞാനം ഉണ്ടാവില്ല. ചിലതിൽ വേദാന്തം കോളേജിൽ പോയി പഠിപ്പിക്കുന്ന പോലെ തിയറി മാത്രമേ ഉണ്ടാവും, അനുഭവം ഉണ്ടാവില്ല. ചിലയിടത്ത് ഈ സാധനാചതുഷ്ടയ സമ്പത്തി, സദാചാരാദികളൊക്കെ പറയും, മറ്റൊന്നും ഉണ്ടാവില്ല. പക്ഷെ അനുഭവം പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ ഈ നാല് ഉണ്ടാവും. അവിടെ ഉപാസനയുടെ ഒരു സ്ട്രീം ഉണ്ടാവും. അതെല്ലാ ഗുരുപരമ്പരയിലും ഉണ്ടാവും. അതിന് രഹസ്യം എന്ന് പറയാൻ കാരണം ഫസ്റ്റ് ഓഫ് ഓൾ അതിന് യുക്തിയില്ല. അതാണ് രഹസ്യം എന്ന് പറയുന്നത്. ഇപ്പൊ അരുണാചലം ചിലരൊക്കെ ചോദിക്കും. ഇപ്പൊ ഒരാൾ വന്ന് എൻ്റെ അടുത്ത് ഒരുപാട് ചോദിച്ചു. നല്ല സിൻസിയറായ ഒരു ജീവൻ എന്നിട്ട് ആത്മവിചാരം ഒക്കെ ചോദിച്ചു. അവരെവിടെയോ ഒരുപാട് വർഷം വേദാന്തമൊക്കെ പഠിച്ചവരാണ്. എന്നിട്ടും കാര്യമുള്ളിൽ നടക്കണില്ല. എന്നോട് വന്ന് കുറേ ചോദിച്ചു. എന്തു പറഞ്ഞാലും അവർക്ക് ഇന്റലക്ച്വലായിട്ട് ക്ലിയർ ആവണുണ്ട്. അവസാനം ഞാൻ പറഞ്ഞു, ശരി, ഇവർക്ക് ഡയറക്റ്റ് പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം ഈ പഠിച്ചവർക്ക് നമ്മൾ എന്തെങ്കിലും പറയണതിന് മുമ്പ് അവരുടെ ബ്രെയിൻ ആക്ടിവേറ്റ് ആയിക്കളയും. അപ്പൊ അവരോട് പറഞ്ഞു. അപ്പൊ ഞാൻ പാലക്കാട് ഇരിക്കുകയാണ്. അവരോട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാം, പറയണ പോലെ ചെയ്യുമോ? അല്ലെ വിശ്വാസം ഉണ്ടോ? സ്വാമി പറഞ്ഞാൽ ഞാൻ അതേപോലെ ചെയ്യാം. ശരി, അരുണാചലത്തിൽ പോവാം. തിരുവണ്ണാമല പോയിട്ട് ഭഗവാന്റെ സന്നിധിയിൽ പോയിട്ട് ഇരിക്കും കുറച്ച്. ഉടനെ ചോദിച്ചു, ഇരിക്കാമെന്ന് പറഞ്ഞു. അവിടെ പോയാൽ എന്ത് നടക്കും എന്ന് ചോദിച്ചു. അത് ചോദിക്കരുത്. വിശ്വാസമുണ്ടോ, ശ്രദ്ധയുണ്ടോ, പോയിട്ട് വരാം.
പോയി 2-3 ദിവസം ഇരുന്നു, വന്നു, പലതും കണ്ടു, അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്തിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ആദ്യമായിട്ട് കണ്ണീർ, ലൈഫ് ടൈമിൽ ആദ്യമായിട്ട് ഞാൻ അധ്യാത്മമായിട്ട് ഒരു തൊട്ട് കണ്ണീർ വിടുക. അപ്പോ എന്ത് കിട്ടിയെന്ന് വെച്ചാൽ പറയാനൊന്നുമില്ല, ബട്ട് ഭാവമണ്ഡലം എഴുന്നേറ്റു, ഉദ്ബുദ്ധമായി. ഒരു ടച്ച് വേണം അവിടെ. ഭഗവാൻ രമണ മഹർഷിയുടെ ഉപദേശം വളരെ ലോജിക്കലാണ്, റാഷണലാണ്, എല്ലാം. പക്ഷേ അരുണാചലത്തിൽ പോയി ആ മലയെ ചുറ്റി പ്രദക്ഷിണം ചെയ്യാന്നുള്ളതിന് എന്ത് യുക്തിയാ? ഒരാൾ പറഞ്ഞു, എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല എന്ന്. അപ്പൊ മഹർഷി പറഞ്ഞു, എനിക്ക് എന്റെ അടുത്ത് വിശ്വാസം ഉണ്ടോ? അതെനിക്ക് നല്ല എന്താന്ന് വെച്ചാൽ ഇന്റലക്ച്വലി കൺവിൻസ്ഡ് ആണ്. ശരി, പോയിട്ട് വരൂ. പ്രദക്ഷിണത്തിൽ പോയിട്ട് പ്രദക്ഷിണം പോയിട്ട് വന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഒരു കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോൾ ശരീര ചിന്ത മറന്നുപോയി. ഇത് രഹസ്യം. ഇതിന് റീസൺ ഒന്നും കൊണ്ടുവരാൻ പാടില്ല. ഉപാസന ഒരു അനുകൂല സാഹചര്യത്തിനെയും ഭാവമണ്ഡലത്തിനെയും ഈ സാധകന് കൊടുക്കുന്നത് കൊണ്ട് അതിന് രഹസ്യം എന്ന് പറയും. അതാണ് ലളിതാ സഹസ്രനാമത്തിൽ ഒരു നാമം രഹസ്തർപ്പണ തർപ്പിതായൈ നമഃ. ഒരു നാമാണ് രഹസ്തർപ്പണ തർപ്പിതായൈ നമഃ. രഹോ യാഗക്രമാരാധ്യ രഹസ്തർപ്പണ തർപ്പിത. അപ്പോ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, ഇനി ഭഗവാൻ പറയണത് ഉത്തമ സ്തവം. ഇപ്പൊ വിഷ്ണു സഹസ്രനാമുണ്ട്, വേദമന്ത്രങ്ങളുണ്ട്, കീർത്തനങ്ങളുണ്ട്, നാമസങ്കീർത്തനങ്ങളുണ്ട്. ഈ എത്രയോ മഹാപുരുഷന്മാർ വരുന്നവരൊക്കെ അവരുടെ അനുഭൂതിയെ കീർത്തനങ്ങളിലാക്കി വെച്ചിട്ടുണ്ട്. അത് കരുണയാണ്. അത് അതിനകത്ത് ഒരു ടാബ്ലറ്റിൽ വെക്കണ പോലെ വെച്ചിട്ടുണ്ട്. ആ സ്തവമൊക്കെ ഇപ്പൊ ഭാഗവതം വായിക്കണം. ഭാഗവതം വായിച്ചാൽ ഒരു രസം കയറുകയാണ് കുറെ കഴിയുമ്പോൾ. ഭാഗവത പാരായണം എന്ന് പറയുന്നത് ഒരു ഉത്തമ സ്തവം. അങ്ങനെ പാരായണം ചെയ്യാ, കുറേ സമയം പോകും, ഒരു അനുഷ്ഠാനത്തിന്റെ രസം വരും. ഇത് ആദ്യ പടിയാണെന്നാണ്. വേറെ ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ഭാഗവതം വായിച്ചോളാം, അല്ലെങ്കിൽ സദ്ഗ്രന്ഥങ്ങൾ എന്തെങ്കിലുമൊക്കെ വായിക്കാം, അരുണാചല അക്ഷരമണമാല ചൊല്ലാം, സഹസ്രനാമം ചൊല്ലാം, ഗീത പാരായണം ചെയ്യാം. ഇതൊക്കെ ഉത്തമ സ്തവമാണ്. ഇത് അധ്യാത്മ സാധനയിൽ പൊതുവെ പ്രചാരത്തിലുള്ള ഒരു കാര്യം. അടുത്തപടി ഭഗവാൻ പറഞ്ഞു, ഉച്ചമന്ദതഃ ചിത്തജം ജപഃ. ഉച്ചത്തിൽ നാമജപം ചെയ്യാം, സങ്കീർത്തനം ചെയ്യാം. ഉറക്കെ ഈ ഭക്തി മണ്ഡലത്തില്, ഭക്തിഭാവത്തില് പലരും ഉറക്കെ കീർത്തനം ചെയ്യും. ഉച്ചൈഹി, ഭാഗവതത്തിൽ തന്നെ പറയും ഹരിരിത്യുച്ചൈഹി, ഉറക്കെ. ഹരേ രാമ 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 ഹരേ ഹരേ അങ്ങനെ നെൽവിളിക്കും അല്ലേ? ഭഗവാന്റെ നാമത്തിനെ ഉറക്കെ കീർത്തനം ചെയ്യാം. അത് വേണോ? ഇപ്പൊ ഇതിൽ ഭഗവാൻ ഒന്നിനേക്കാളും ഒന്ന് ഏറ്റവും സൂക്ഷ്മം എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ വാക്ക് കേട്ടാൽ നമ്മള് ഇത് വേണ്ട അത് മതിയെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ചിലപ്പോഴൊക്കെ മനസ്സ് പിടിച്ചു നിൽക്കുന്ന സാധകന് സാധിക്കില്ല. അനുകൂലമായിട്ട് ചിലർക്ക് സങ്കീർത്തനാണ് പറ്റുക. സ്വാമി രാമദാസ് തന്നെ പറഞ്ഞു, ശ്രീരാമ ജയ ജയ രാമ, അതാണ് അദ്ദേഹത്തിന്റെ നാമം. രാമദാസ് സ്വാമി പറഞ്ഞു, മാനസികമായി ജപിക്കുന്നത് വളരെ സൂക്ഷ്മമാണ്. പക്ഷേ സ്വാമി രാമദാസ് അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞത്, ഞാൻ എപ്പോഴും ഉറക്കാണ് ജപിച്ചുകൊണ്ടിരുന്നത്. ശ്രീരാമ ജയ ജയ രാമ, ഓം ശ്രീരാമ ജയ ജയ രാമ. ചിലർ ഉറക്കാണ്. അത് കീർത്തനം, സ്തവം.
ഉച്ചൈഹി കീർത്തനം, ഭഗവാന്റെ നാമത്തിനെ കീർത്തനം ചെയ്യാം. വൈഷ്ണവ സമ്പ്രദായത്തിലൊക്കെ ഉച്ചമാണ്. മഹാരാഷ്ട്രത്തിൽ പോയാൽ, പണ്ഡർപൂർ പോയാൽ, അല്ലെങ്കിൽ ആളന്തിയിൽ പോയാൽ വിഠല 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 കീർത്തന ഗജരി. രാത്രിയും പകലും തുള്ളിക്കളിക്കും ഒരു നാമസങ്കീർത്തനം ചെയ്തിട്ട്. വിഠല 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 വിഠല. ആ ശബ്ദമോ അത് ആ ബീജാക്ഷരാണത്. വിഠല വിഠല വിഠലയ്ക്ക് ഉറക്കെ കീർത്തനം. അവിടെ പതുക്കൊന്നുമില്ല. കീർത്തന ഖജറി. കീർത്തനം കൊണ്ട് കുമ്മാളം എന്നാണ്, ഘോഷം. അഭംഗമൊക്കെ പാടുക, കീർത്തനം ചെയ്യുക, ഉറക്കെ കീർത്തനം ചെയ്യുക. അത് ഹൃദയത്തിലെ ഭാവം വരുമ്പോ അതൊരു സാധനം. അതൊരു സാധന. ശരിക്കും പറഞ്ഞാൽ ആ ഭക്തി തന്നെ പൂർണ്ണമാണ്. പാടിക്കൊണ്ട് ആടിക്കൊണ്ട് നടക്കും. പഠന്തോ നാമാനി പ്രമദഭര സിന്ധോ നിപതിതാ സ്മരന്തോ രൂപം ദേവരത കഥയന്തോ ഗുണകഥാ ചരന്തേ ഏ ഭക്താ. ഭട്ടതിരി പറഞ്ഞു, അവരെ ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാന്. അവർ ധന്യന്മാരാണെന്നാണ്. നേടേണ്ടതൊക്കെ നേടി, നാമസങ്കീർത്തനം ചെയ്തു, ഹൃദയത്തിൽ ഭഗവാനെ വെച്ചുകൊണ്ട് ശരീരം മറന്നുകൊണ്ട് ഏകാന്തത്തിൽ, അല്ലാതെ മൈക്ക് വെച്ചിട്ട് സ്റ്റേജിൽ ചെയ്യണ കാര്യമല്ല പറയണം. മൈക്കിൽ വെച്ചിട്ട് സ്റ്റേജിൽ ചെയ്താലും സന്തോഷം ഉണ്ടാവില്ല. ഒരു വലിയ വചനക്കാരൻ എന്നോട് പറഞ്ഞു, കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. തനിയെ വന്നിട്ട് പറഞ്ഞു, ഒരു സമാധാനമില്ല. എന്താന്ന് വെച്ചാൽ എറണാകുളത്തിലെ ഭജന, അത് കഴിഞ്ഞാൽ തൃശ്ശൂർ ഭജന, അത് കഴിഞ്ഞാൽ ദുബായിൽ ഭജന, അത് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് സ്വിറ്റ്സർലാൻഡിലെ ഭജന. ഭക്തിയും വരണില്ല, ഒന്നും വരണില്ല, ക്ഷീണം വരണു. മറ്റുള്ളവരോടൊക്കെ പറയണു കീർത്തനം ചെയ്താൽ ഭക്തി വരണം. ഞങ്ങൾക്കൊന്നുമില്ല. രാത്രി ഉറക്കമൊഴിച്ച് ഭജന, പകലൊക്കെ ഉറങ്ങാം, ചിലപ്പോൾ ക്ഷീണമാവണു, തളർന്നു പോണു. അത് നാമസങ്കീർത്തനം ഏകാന്തേ ചരന്തഃ എന്നാണ്. ഭഗവാന്റെ നാമം കീർത്തനം ചെയ്തുകൊണ്ട് ഏകാന്തത്തിൽ ഇരിക്കുകയാണ്. ആർക്കും വേണ്ടി, കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കീർത്തനമല്ല, തനിക്ക് വേണ്ടി തനിയെ താൻ മാത്രമേ ഉള്ളൂ, ഭഗവാനേ ഉള്ളൂ. വേറെ ഒന്നും മൈക്കും ഓഡിയൻസ് ഒന്നും വേണ്ട. ഇനിയിപ്പോ ഭക്തന്മാരുടെ ഗോഷ്ഠിയിൽ ഭക്തന്മാരൊക്കെ ചേർന്ന് കീർത്തനമൊക്കെ ചെയ്യുകയാണെങ്കിൽ അതാവാം. തുകാറാം, നാമദേവൻ, അവരൊക്കെ അങ്ങനെയാണ് കീർത്തനം ചെയ്തിരിക്കുന്നത്. ഭക്തന്മാരുടെ ഗ്രൂപ്പിലാണ് കീർത്തനം, സങ്കീർത്തനം ചെയ്ത് ഇപ്പോഴും എത്രയോ പേരുണ്ട് രാവും പകലും ഇല്ലാതെ കീർത്തനം ചെയ്തു. അതുപോലെ ഏകനാമത്തിനെ നിരന്തര സ്മരണം, അതാണ് ഉച്ചൈഹി എന്ന് പറഞ്ഞത്. പിന്നെ സാധകന്മാർക്ക് ഏകാന്തമായിട്ടിരുന്ന് മന്ദത, ചുണ്ടനക്കിക്കൊണ്ട് മാത്രം ഉപാംശു എന്ന് പറയും. പതുക്കെ ജപം സിദ്ധമായി കഴിയുമ്പോൾ, കീർത്തനം ഇല്ലെങ്കിലും ഏകാന്തത്തിലിരിക്കുമ്പോൾ, ബസ്സിൽ പോകുമ്പോൾ, ട്രെയിനിൽ പോകുമ്പോഴൊക്കെ ജപം നടന്നുകൊണ്ടേയിരിക്കും. ചിത്തജം ജപ. അടുത്തപടി എന്താന്ന് വെച്ചാൽ ചിത്തത്തിൽ ജപം നടക്കും. വെളിയിലല്ല, സ്വപ്നത്തിൽ പോലും മനസ്സിങ്ങനെ സ്പന്ദിച്ചുകൊണ്ടേയിരിക്കും, ഭഗവൻ നാമത്തിനെ ജപിച്ചുകൊണ്ടേയിരിക്കും, ഉള്ളില് ജപം നടക്കും. ഇത് ചിത്തജം ജപം. ഉത്തമ സ്തോത്രത്തെക്കാൾ ജപം, ആ ജപത്തുച്ഛത്തെക്കാളും ഉപാംശുവേക്കാൾ ചിത്തജപം തന്നെ ശ്രേഷ്ഠമാകുന്നതാം. ചിത്തജപത്തന്യം അല്ല ധ്യാനം. ചിത്തജപം തന്നെ ധ്യാനം എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു. ചിത്തം ജപിക്കുമ്പോ ഉള്ളിലെങ്ങനെ ആ മന്ത്രം ജപിച്ച് 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 സ്പന്ദിച്ച് സ്പന്ദിച്ച് അവസാനം ആ സ്പന്ദനം ഉള്ളിൽ ഒടുങ്ങിപ്പോകും. അകമയ്ക്ക് ഒരു അനാദികാലമായി പ്രവൃത്തമായിരിക്കുന്ന ഒരു ജപമുണ്ട്, ഒരു മൂലസ്പന്ദനം. നമ്മളിപ്പോ ജപിക്കുമ്പോ ആ മന്ത്രം മനസ്സിലൊരു വേവ് ആണ്. ആദ്യം ശബ്ദമാണ്, പിന്നെ ശബ്ദം അടുത്തപടി ഒരു വേവ്, ഒരു തരംഗം മാത്രമാണ്. പലപ്പോഴും ഗായത്രിയൊക്കെ ജപിക്കുന്ന ആളുകൾ, നാം മന്ത്രജപം ചെയ്യണവർക്ക് കുറെ കഴിയുമ്പോൾ സ്പീഡ് കൂടും.
സ്പീഡ് കൂടുമ്പോൾ അവർക്ക് തന്നെ സംശയം തോന്നും, ഇതെങ്ങനെയാ കൂടിയത്, ഇത്ര ജപിക്കണമെങ്കിൽ ഇത്ര നേരം വേണമല്ലോ. അതെന്താവും എന്ന് വെച്ചാൽ ആ ജപം അങ്ങനെ ഉള്ളിലൊരു ഇപ്പോ CD-യിലൊക്കെ ഇട്ടാൽ ഇങ്ങനെ കാണില്ലേ, അതുപോലെ ഉള്ളിലൊരു സ്പന്ദനാകാരം മാത്രമായിട്ട് തീരും, ഒരു അല മാത്രമായിട്ട് തീരും. അടുത്ത പടിക്ക് അത് ഒരു മൂലസ്പന്ദനം, ഒരു പ്രിമോർഡിയൽ ത്രോബിംഗ് ഉള്ളിലുണ്ട്. അതാണ് മഹാമന്ത്രം. ഏകതത്വ നാമ ദൃഢധരി മന. ഒരു അഭംഗ് എപ്പോഴും എനിക്ക് ഓർമ്മ വരും, ജ്ഞാനേശ്വരന്റെ അഭംഗ്. അതിൽ ജ്ഞാനേശ്വർ പറയണു, അവസാനമാകുമ്പോ ജ്ഞാനദേവ മൗന ജപമാല ആന്തരി. വെളിയിൽ ജപമാലയില്ല, ഉള്ളിലാണ് ജപമാല എന്ന്. ഹരി ഹൃദയത്തിൽ ജപിക്കണത് കണ്ടുകൊണ്ടിരിക്കണമെന്നാണ്. പുറമേക്കുള്ള ജപമൊക്കെ നിന്നുപോയി ഉള്ളിൽ ശ്രീഹരി ജപിക്കണു, ഭഗവാൻ ജപിക്കണു. ഭഗവാന്റെ ജപം എന്താണ്? ഈ മൂലസ്പന്ദനം ഹൃദയത്തിൽ അഹം 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 ഞാൻ 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 എന്ന് പറയണ്ടല്ലോ, അതിന്റെ മൂലസ്പന്ദനം അത് ശബ്ദത്തിന്റെ നാദശരീരിയായ ഈശ്വരന്റെ ആദ്യത്തെ തുടിപ്പാണത്, സ്പന്ദനം. നാദശരീരിയായ ഭഗവാൻ ഹൃദയത്തിൽ സ്പന്ദിക്കണത് അകമേക്ക് ഹൃദയത്തിൽ കാണാം. അതുവരയ്ക്കും ഈ ജപം കൊണ്ടുപോയി ആക്കും. പക്ഷേ അത്രയൊക്കെ ആവണമെങ്കിൽ ജപം സിദ്ധിക്കണം. സിദ്ധിക്കുക എന്ന് വെച്ചാൽ സിദ്ധി ഉണ്ടാവുക എന്നർത്ഥമല്ല. ജപം സഹജമായിട്ട് നമ്മളുടെ സ്വഭാവത്തിൽ ലീനമാവുന്ന രീതിയിൽ തപസ് വേണം. അങ്ങനെ തപസ് വേണമെങ്കിൽ നമ്മൾക്ക് സിദ്ധനായ ഗുരുമുഖമായിട്ട് ഉപദേശം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മന്ത്രമോ നാമമോ ധാരാളം ജപം ചെയ്യണം. ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിതോ ദൃഢഭൂമി. ദീർഘകാലം നിരന്തരം ആദരവോടുകൂടെ അതിനെ ഉപയോഗിച്ചും കൊണ്ടിരുന്നാൽ അത് ദൃഢമായി പ്രകൃതിലീനമായിട്ട് തീരും. അത് എങ്ങനെ ചെയ്യും? ആദ്യം ഉച്ചത്തിൽ തന്നെ തുടങ്ങാം, അല്ലെങ്കിൽ എല്ലാം കൂടെ ചേർന്ന് തുടങ്ങാം. ചിലരൊക്കെ പറയും മനസ്സ് നിൽക്കണില്ല, എങ്ങനെ ജപം ചെയ്യും? മനസ്സൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ജപം തുടങ്ങുമ്പോൾ മനസ്സിന് ഒരു ഹോൾ വേൾഡ് ടൂർ ടിക്കറ്റ് വാങ്ങിച്ചു കൊടുക്കാം. എന്നിട്ട് മനസ്സിന്റെ അടുത്ത് പറയാ, നീ എവിടെ വേണമെങ്കിൽ പോയിക്കോ, എന്ത് വേണമെങ്കിൽ ചിന്തിച്ചോ, എവിടെ വേണമെങ്കിൽ പോയിക്കോ, ഞാൻ എന്റെ കൂടെ വരില്ല. ഞാൻ ദിവസം ഇത്ര ജപം ചെയ്യും. അത്ര മാത്രം ചെയ്താൽ മതി. ഇത്ര ജപം, ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ, ഇത്ര സഹസ്രം, ഇത്ര ആവർത്തി ജപിക്കും. മനസ്സ് നിർത്തണമെങ്കിലല്ലേ നമുക്ക് മെനക്കേട്. മൂപ്പരുടെ പാട്ടിൽ പോട്ടെ, നമ്മള് ജപം ഒരു സംഖ്യ തീരുമാനിച്ച് ഒരു സമയം വെച്ച് ദിവസം മാറാതെ 40 ദിവസം ആദ്യം അങ്ങനെയൊക്കെ തീരുമാനിക്കണം, എന്നാലേ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാഷ്വൽ ലീവും സിക്ക് ലീവും ഒക്കെ എടുക്കും. അതുകൊണ്ട് വ്രതം ചെയ്യണം. ഏവം വ്രതസ്വ പ്രിയനാമ കീർത്തിയ. ഭാഗവതത്തില് പറഞ്ഞു, ഭഗവൻ നാമകീർത്തനത്തിനെ ഒരു വ്രതമാക്കി വെക്കാന്ന്. വ്രതം എങ്ങനെ? ഒരു 48 ദിവസം ഞാൻ ജപിക്കാൻ പോകണം. അത് ഗുരുവിന്റെ അടുത്തോ നമുക്ക് ബഹുമാനമുള്ളവരുടെ ആരുടെങ്കിലും പറഞ്ഞു വെക്കുക. എന്താണെന്ന് വെച്ചാൽ അപ്പം മനസ്സിനൊരു പേടിയുണ്ടാവും. അവർ ചോദിക്കും, ചെയ്തുവോ എന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ നഴ്സറി ക്ലാസ്സിൽ നിന്ന് തുടങ്ങണം, എന്നാലേ നടക്കുള്ളൂ ഈ അനുഷ്ഠാനം. നഴ്സറി ക്ലാസ്സിൽ നിന്ന് ABCD തുടങ്ങും. നമ്മള് പറഞ്ഞു വെക്കുക, ഞാനിതാ ഒരു 48 ദിവസം ഒരു 25,000 ജപം ചെയ്യാൻ പോകണം. പേടിക്കല്ലേ കേൾക്കുമ്പോ തന്നെ. അങ്ങനെയൊക്കെയാണ്. അല്ലാതെ നടക്കുവോ? ഒന്നുമില്ലാതെ, ഒരു പ്രയോജനമില്ലാത്ത സ്കൂൾ വിദ്യാഭ്യാസം എത്ര വർഷം കഴിച്ചു അല്ലേ? ഔറംഗസീബ് ജനിച്ചതും മുഹമ്മദ് ഗസനി യുദ്ധത്തിന് വന്നതും എന്തൊക്കെ പഠിച്ചു. പാനിപട്ട് വാർ, എന്തോ ഒരു സംബന്ധമില്ലാത്ത മുംതാസ് മഹാളുടെ ഓർമ്മയ്ക്ക് താജ്മഹാൾ കെട്ടിയതും എന്തൊക്കെയോ പഠിച്ചു. അതൊക്കെ നമുക്ക് യൂസുള്ള സാധനമാണോ പഠിച്ചതല്ല, എന്തൊക്കെയോ പഠിച്ചു മറന്നു പോയി. ഇപ്പോ നമ്മള് അതുകൊണ്ട്
തീരുമാനിക്കുകയാണ് ഇത്ര ജപം ചെയ്യാം. അനുഷ്ഠാന വ്രതം. ഈ ജപം ഒരു കാരണവശാലും മുടക്കില്ല. ഇതിൽ തന്നെ ഭഗവാൻ പറയുന്ന ഉപദേശത്തിന് ഒരു മർമ്മം ഇതിനകത്തുണ്ട്. എന്താന്ന് വെച്ചാൽ ഗീതയിൽ പറയണു, കാര്യമിത്യേവ യത്കർമ്മ നിയതം ക്രിയത്തെ അർജുന സംഗം തെക്വാ ഫലം ചൈവ ത്യാഗ സാത്വികോ മതഃ. സാധന പോലും അങ്ങനെ ചെയ്യണം. ജപം ചെയ്യുമ്പോ ഞാൻ ഇത്ര ജപം ചെയ്യാൻ പോണു, എനിക്ക് ധ്യാനം വേണ്ട, ഭക്തി വേണ്ട, മുക്തി വേണ്ട, യോഗം വേണ്ട, യാതൊന്നും വേണ്ട. ഗുരു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഗുരുവിന്റെ അടുത്ത് ഏറ്റിരിക്കണു, ഞാൻ ഈ സാധന ചെയ്യണു. ഒരു ജോലി പോലെ എൻ തൊഴിൽ പണി ചെയ്ത് കിടപ്പതേ. ഭഗവാന്റെ രമണ ഭഗവാന്റെ അടുത്ത് ഒരിക്കലും ഒരു ഭക്തൻ പാടി, എന്റെ മനസ്സ് എവിടെ വേണമെങ്കിലും പോവും, നാശൊലും ഉന്തൻ നാമമേ എന്ന് സുന്ദരമൂർത്തി സ്വാമികളുടെ പാട്ട്. നാവ് കൊണ്ട് നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു, അത് മതി എന്ന് പറഞ്ഞു ഭഗവാൻ. എന്നുവെച്ചാൽ സംതിങ് യു ഹാവ് ടു ഡു, ദെൻ ദ ഹയർ ബീയിങ് വിൽ കം ഇൻ ടു ഇറ്റ്. അതെങ്ങനെയാന്ന് ചോദിക്കരുത്. നിങ്ങൾ തുടങ്ങുകയാണ് സിൻസിയറായിട്ട്. എനിക്കൊന്നും വേണ്ടെന്ന്, എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാലാണോ കുഴപ്പം? വേണ്ടാന്ന് ആദ്യമേ അങ്ങോട്ട് വേണമെന്ന് നമ്മൾ ആദ്യം തീരുമാനിച്ചിട്ടാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോ കുഴപ്പമില്ല. ആ തീരുമാനത്തിനൊക്കെ ബാക്കിലുണ്ട് വ്യവസായാത്മിക ബുദ്ധി. പക്ഷെ സാധനയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോ ഈ ബിസിനസ് അങ്ങോട്ട് എടുത്തു കളയുക. നേച്ഛയാ കൃതം ചിത്തശോധകം. എനിക്കൊന്നും വേണ്ട. മനസ്സിനെ ഉപേക്ഷിക്കുന്ന വിദ്യ നമ്മൾ ആദ്യമേ പഠിക്കും. മനസ്സിനെ ഉപേക്ഷിക്കുകയാണ്. എനിക്കൊന്നും വേണ്ടെന്ന് പറയുമ്പോ മനസ്സിന് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാലേ പിന്നാലെ കടിച്ചോണ്ട് നടക്കുള്ളൂ. ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിന് നമ്മളുടെ മേലുള്ള സ്വാധീനം പോയി പോകും. ഞാൻ ജപം ചെയ്യാണ്, ഇത് ഒരു ജോലി അത്ര. എൻ്റെ അടുത്തൊരു മഹാപുരുഷൻ പറയും, ഒരുപാട് ജപിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം. ആ സമയത്ത് അദ്ദേഹം പറയും, ജയിലിൽ കല്ല് പൊട്ടിക്കില്ലേ, അതുപോലെയാണ് ഞാൻ ചെയ്യണതെന്ന് പറയും. ജയിലിൽ കല്ല് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ അടി കിട്ടും, പൊട്ടിച്ചോണ്ടേ ഇരിക്കുക. അതുപോലെ ഗുരു കൽപ്പന ഞാൻ ചെയ്യണം. ഒരു ഇൻട്രസ്റ്റ് ഇല്ല അതില്ല. അതെങ്ങനെ ഫ്ലവറായിട്ട് വന്നു പതുക്കെ പതുക്കെ. എന്നുവെച്ചാൽ നമ്മള് മൈൻഡ് കൊണ്ടുള്ള ഒരു പ്ലഷറാണ് നമ്മൾ അന്വേഷിക്കണതേ. അത് കിട്ടിയാൽ നമ്മൾ ചെയ്യും, അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെയ്യില്ല. ആ മൈൻഡിന് കൊടുക്കണ തീറ്റ നിർത്തണം. മനസ്സിന് തീറ്റ കൊടുക്കണത് നിർത്തുന്നതാണ് സാധനയിലെ ഏറ്റവും വലിയൊരു ബ്രേക്ക് ത്രൂ. അപ്പൊ സാധനയില് ആദ്യം തന്നെ തീരുമാനിക്കുകയാണ് ഗാന്ധിജി ബ്രിട്ടീഷുകാരോട് ചെയ്ത പോലെ മനസ്സിന്റെ അടുത്തൊരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അപ്പൊ ജപമൊക്കെ തുടങ്ങുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ മൂപ്പര് പറയും, ഞാൻ നിന്റെ കൂടെ വന്നോളാട്ടോ എന്ന് പറഞ്ഞിരിക്കും. അപ്പോഴും വിശ്വസിക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ 2 ദിവസം നമ്മളുടെ കൂടെ കൂടിയിട്ട് പറയും, 2 ദിവസം ഞാൻ കൂടെ നിന്നില്ല, ഇനി നമ്മൾ സിനിമയ്ക്ക് പോവാ വരൂ എന്ന് പറയും. അതുകൊണ്ട് മൂപ്പരോട് നിരപേക്ഷത, ഒരു വിധത്തിലും മനസ്സിനെ അപേക്ഷിക്കാതെ തപസ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഇപ്പോ ഉള്ള ഈ മനസ്സിന് നമ്മളുടെ മേലുള്ള സ്വാധീനം പോയി പതുക്കെ പതുക്കെ ഇറ്റുപോകും. അത് കഴിഞ്ഞാൽ ഭാവശരീരത്തിൽ ഈ മന്ത്രത്തിന്റെ വിത്ത് വീണ് മുളയ്ക്കും. അത് മുളയ്ക്കുമ്പോൾ സ്വയമേവ അതിനായിട്ടൊരു ശരീരം ഉണ്ടാവും. ഈ മനസ്സെന്ന് പറയണത് പഴയ വേണ്ടാത്തരം ചെയ്തതൊക്കെ കൂടി ഉണ്ടായിട്ടുള്ള ഒരു ശരീരമാണ്, ഒരു നിഴൽ ശരീരമാണ്. അതിനെ ഉപേക്ഷിച്ചാലേ അത് പോവുകയുള്ളൂ. അതിനെ കൂട്ടുപിടിച്ച് ഒരു സാധനയും ചെയ്യാൻ കൊള്ളൂല. നിങ്ങളിപ്പോ ഒരു കർമ്മത്തിന്റെ ശ്രേണി ഉള്ളിൽ തുടങ്ങി വെക്കുക, ഒരു അനുഷ്ഠാനത്തിന്റെ ശ്രേണി ഉള്ളിൽ തുടങ്ങി വെക്കുക, ഒരു ജപം ചെയ്യുക. മനസ്സ് എന്ത് വേണമെങ്കിൽ പറയട്ടെ, എന്ത് വേണമെങ്കിൽ ചിന്തിക്കട്ടെ, എവിടെ വേണമെങ്കിൽ പോട്ടെ, ചെയ്തുകൊണ്ടേയിരുന്നാൽ പതുക്കെ പതുക്കെ അതൊരു ഭാവമണ്ഡലത്തിനെ, ഭാവസ്രോതസ്സിനെ ഉണ്ടാക്കി തീർക്കും. അത് നമുക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷമായിട്ട് ഇരിക്കും ഉള്ളിൽ. അതൊരു ഭാവശരീരത്തിനെ നമുക്ക് തരും. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ തന്നെ ബാക്കിയൊക്കെ അങ്ങോട്ട് വിട്ടുകളഞ്ഞ് നാമജപം ചെയ്യാം. ഭഗവൻ നാമത്തിന് വിടാതെ ജപം ചെയ്യാം, ഇടതൂരാതെ ജപിക്കാം. അനുഷ്ഠാനം സിദ്ധിക്കുന്നവരെ ജപിക്കാം. അങ്ങനെ ജപം ചെയ്ത് കഴിയുമ്പോൾ ജപം ഉള്ളില്
സിദ്ധമാവും, എന്നുവെച്ചാൽ സഹജമാവും. നമ്മുടെ കോശത്തിലും മനസ്സിലും ബുദ്ധിയിലും ഹൃദയത്തിലൊക്കെ അത് തുടിച്ചു നിൽക്കും. ഭഗവാൻ രമണ മഹർഷിക്ക് മധുരയിൽ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, രംഗൻ. ആ രംഗന്റെ സഹോദരൻ മണി എന്ന് പേര്. അദ്ദേഹത്തിന് പേര് മണിയാണ്, പക്ഷെ എല്ലാവരും വിളിക്കുന്നത് പോക്കരി മണി എന്നാണ്. എന്നുവെച്ചാൽ അത്രയും തോന്നിയാവാസിയായിരുന്നു. ഈ പോക്കരി മണി മഹർഷി അരുണാചലത്തിൽ വിരൂപാക്ഷ ഗുഹയിലിരിക്കുമ്പോൾ, മധുരയിലിരിക്കുമ്പോൾ തന്നെ മഹർഷിയെ ഒരുപാട് കളിയാക്കുമായിരുന്നു അത്രേ. മധുരയിൽ നിന്ന് മഹർഷി തിരുവണ്ണാമല പോയി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ പോയി കോണ കൊടുത്തിരിക്കണു അത്രേ. അമ്മ പോയിട്ട് വിളിച്ചിട്ട് വന്നില്ല, ഞാൻ പോയാൽ അവന്റെ ചെവി പിടിച്ചങ്ങോട്ട് വലിച്ചോണ്ട് വരും എന്നൊക്കെ പറയും, റിമാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ തിരുപ്പതിയിലേക്ക് പോകുമ്പോൾ അവരുടെ അമ്മ തിരുവണ്ണാമലയിൽ ഇറങ്ങി അരുണാചലേശ്വര ദർശനത്തിന് പോയപ്പോ പറഞ്ഞു, ഒന്നും പോയിട്ട് മലയിൽ പോയി കണ്ടിട്ട് വരാം, നമ്മുടെ കുട്ടിയല്ലേ. അവരുടെ അമ്മയും മഹർഷിയുടെ അമ്മയും ഒക്കെ സമപ്രായക്കാരാണ്. അങ്ങോട്ട് രാമൻ ഇപ്പൊ വലിയ മഹർഷിയാണെന്ന് പറയണു, ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന്. ഞാനൊന്നും വരില്ലാന്നു. അമ്മ മലയിലേക്ക് കയറിപ്പോയി. അപ്പൊ ഇദ്ദേഹം ചോട്ടിൽ നിന്ന് കുറെ കഴിഞ്ഞപ്പോ എന്താണ് അവിടെ നടക്കണമെന്ന് നോക്കിക്കളയാലോ എന്ന് പോയി. പോകുമ്പോ വിരൂപാക്ഷ ഗുഹയില് മഹർഷി പുറത്തിരിക്കുന്നുണ്ട്. അമ്മ അവിടെ പോയി നമസ്കരിച്ചിരുന്നു. കുറെ കഴിഞ്ഞപ്പോ ഇദ്ദേഹം വന്നു പിന്നാലെ വന്ന് നോക്കിയപ്പോ അദ്ദേഹം പിന്നാലെ പറയണു, ഞാൻ എന്റെ കൂട്ടുകാരനെ കാണാനാ പോയത്, പക്ഷെ ആ സുഹൃത്ത് അവിടെ ഇല്ല, ആ കൂട്ടുകാരനൊന്നും അവിടെ ഇല്ല. അവിടേതാ അരുണാചലേശ്വരൻ ഇരിക്കണു. സാക്ഷാത് അരുണാചല ശിവൻ ഇരിക്കണു. ഒരു മനുഷ്യ ലേശ ആവിർഭാവമേ ഇല്ല. ശരീരം അവിടെ ഉണ്ട്, അത്രയേ ഉള്ളൂ. അചലമായ ഇരുപ്പ്, അപൂർണത്വം. അവിടെ കണ്ട് തടി വെട്ടിയിട്ട പോലെ വീണു. നമസ്കരിച്ചു, എഴുന്നേറ്റില്ല. പിന്നെ മധുരയ്ക്ക് പോണില്ല എന്ന് തോന്നുന്നു. പിന്നെ അമ്മയ്ക്ക് വിഷമായി, തന്നെ കൊണ്ടാക്കണം. നിർബന്ധിച്ച് അമ്മ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. പലവട്ടം വന്ന് മഹർഷിയുടെ അടുത്ത് വരും, കൂടെ ഇരിക്കും. കുറേ ദിവസം കഴിഞ്ഞപ്പോ പതുക്കെ ചോദിച്ചു, ഞാൻ ഒരുപാട് പോക്രിത്തരം കാണിച്ചിട്ടുണ്ട്, മനസ്സ് ശാന്തമാവണില്ല, എനിക്ക് എന്തെങ്കിലും ഉപദേശം തരണം. അപ്പോഴൊന്നും മഹർഷി ഒന്നും പറഞ്ഞില്ല, മിണ്ടാതിരുന്നു. ഒരു ദിവസം മഹർഷിയുടെ കാല് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഉപദേശം തന്നിട്ടില്ലെങ്കിൽ വിടില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞു, മണി വിട്, ശിവശിവാണ് ഇരു. അതൊരു യൂഷ്വൽ കാഷ്വൽ യൂസേജാണ്, ശിവശിവ വിടാതെ. ആ ക്ഷണത്തില് സന്തോഷമായിട്ട് അയാൾ പറഞ്ഞു, എനിക്ക് ദീക്ഷ, ഭഗവാൻ ദീക്ഷ തന്നു. ആ മൊമെന്റ് മുതൽ ശിവശിവ 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 നാഡിയിലും നരമ്പിലും രക്തത്തിലും ധമനിയിലും ശ്വാസപ്രശ്വാസത്തിനോടുകൂടി ആ മന്ത്രം അങ്ങോട്ട് ഇഴുകിച്ചേർന്ന് കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ. വാൽമീകിയുടെ ഒക്കെ കഥ പറയണ പോലെ അത്ര തേജസ്വിയായിരുന്നു അത്ര. അവസാന കാലത്തില് മഹർഷിയുടെ മുറിക്ക് ചുറ്റും ശയനപ്രദക്ഷിണം ചെയ്യും, ശിവശിവ എന്ന് പറഞ്ഞു. വയസ്സായ സമയമാണ്. എല്ലാവരും എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടണമെന്നാണ് ചോദിച്ചത്. എനിക്ക് ഭഗവാൻ എന്താ തന്നിരിക്കണം നിങ്ങൾക്ക് അറിയില്ല, വലിയ നിധി കിട്ടിയ എനിക്ക്. ഒരേ നാമം, ആ നാമത്തിനെ രാവും പകലുമായി അത് ഹൃദയത്തിലങ്ങനെ ഒഴുകി 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 ആ ഏകതത്വത്തിൽ ദൃഢമായിട്ട് തീർന്നു, ശാന്തമായിട്ട് തീർന്നു. ശാന്തി കിട്ടി. വേറെ എന്ത് കിട്ടിയോ അല്ലയോ, സുഖം, മനസ്സ് ശാന്തം, ചിത്തവൃത്തികൾ അടങ്ങി. ജപം സ്ഥൂലമായി തുടങ്ങി സൂക്ഷ്മമായി കാരണമായി പ്രകൃതിലീനമായി സ്വരൂപത്തിലേക്ക് പോയി അവിടെ വിത്ത് വീണ് ഒരു ഭാവമണ്ഡലം അനാവൃതമായിട്ട് തോന്നി. ഒരു ബീജാവാപം ചെയ്താൽ വൃക്ഷം വരണ പോലെയാണ്. ഈ സാധനാ ബീജമുള്ളിൽ വീഴുമ്പോ
അത് ശൈവമായിട്ടോ വൈഷ്ണവമായിട്ടോ യൗകികമായിട്ടോ ജ്ഞാനപരമായിട്ടോ ഒരു ഭാവമണ്ഡലം അവിടെ അനാവൃത്തം വളർന്നു വരും. ആ ഭാവമണ്ഡലമാണ് സാധകന്റെ വാസസ്ഥാനം. ആ ഭാവശരീരിയാണ് സാധകൻ, സ്ഥൂല ശരീരിയല്ല. ആ ഭാവമണ്ഡലമാണ് ഇയാളുടെ ഇരിപ്പിടം, വാസസ്ഥാനം. ആ സ്വാപ്നികമായ ആ ലോകമാണ് ഇയാളുടെ ഇരിപ്പിടം. ഒരു ഭക്തൻ വളരെ കുറച്ചേ പുറമേക്ക് വരണുള്ളൂ. മുക്കാലും ഈ ഭാവശരീരത്തിലാണ് അയാളുടെ വിഹാരം. അതാണ് അയാളുടെ ക്ഷേത്രം. അത് വയൽ, അവിടെ എന്തൊക്കെയോ വിളവെടുക്കാം. വിളയും ശിവാനന്ദ ഭൂമി അന്തവെട്ടവെളി നണ്ണി ദുഷ്ട ഇരുളാം കളயை களைந்த பின் பார்த்தேன் ஐயன் களையன்றி வேறொன்றும் கண்டில்லேன் தோழி சங்கர சங்கர சம்போ ശിവ ശങ്കര 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 ശംഭോ ശങ്കര ശങ്കര ശംഭോ. തായ്മാനവ സ്വാമികളുടെ പാട്ടാണ്. ഒരു വയൽ ഞാൻ കൃഷി ചെയ്യാണ്, അവിടെ വിത്തിട്ടു. അവിടെ എന്താ വിളയാന്ന് വെച്ചാൽ വിളയും ശിവാനന്ദ ഭൂമി. ശിവാനന്ദം വിളയുന്ന ഒരു വയൽ. ആ വെട്ടവെളി, തുറന്നിരിക്കുന്ന വെളി, അവിടെ കുറെ കളയുണ്ട്. അജ്ഞാനമാകുന്ന കള പറിക്കുക, വീട്സ്. കളயை കളയുന്ന പിൻപാത്തേൻ. ആ കളയെ പറിച്ചു കളഞ്ഞപ്പോ, കളയെന്ന് പറഞ്ഞാൽ തമിഴിൽ ജ്യോതി എന്നർത്ഥം, പ്രകാശം. കളயை കളയുന്ന കളയെ കളഞ്ഞു കഴിഞ്ഞപ്പോ അയ്യൻ കളയன்றി വേറൊന്നും കണ്ടില്ലേൻ തോഴി. ഈശ്വരന്റെ ഈശ്വരന്റെ ജ്യോതി ഞാൻ അവിടെ കണ്ടു. ഈ അജ്ഞാനമാകുന്ന കള പറിച്ചു കളഞ്ഞപ്പോ, ആവരണമാകുന്ന ഇരുളാകുന്ന കള പറിച്ചു കളഞ്ഞപ്പോ ആ ഈശ്വരന്റെ ജ്യോതിയെ ഞാൻ അവിടെ കണ്ടു. അയ്യൻ കളയன்றി വേറൊന്നും കണ്ടില്ലേ. വേറെ ഒന്നും കാണാനില്ല, അവിടെ ഒരു ജ്യോതി, ഒരു പ്രകാശം. ഈ ഭാവശരീരത്തിലാണ് സാധകൻ ഇരിക്കുന്നത്. ഈ ഭാവശരീരം സാധകന് സിദ്ധമായ ലോകമാണ്. ഇതിന്റെ ഒരു ബലം, വീര്യം വേദാന്തത്തിലെ ശ്രോതവ്യം, ആദ്യത്തെ പടി. ശ്രവണം ചെയ്ത് ആ വേദാന്ത തത്വം മന്തവ്യ, മനനം ചെയ്ത് കഴിയുമ്പോ അവിടെ ഭാവശരീരം ഉണ്ടാവും. നിരിധ്യാസിതവ്യ, ഈ ഭാവശരീരത്തിനെയും തരണം ചെയ്ത് അതിന്റെ വീര്യത്തില് ഒരു ട്രാൻസിഷനാണത്. അതിന്റെ വീര്യത്തിലാണ് ഭാവനാതീത തലത്തിലേക്ക് പോകാൻ പോണത്. അപ്പൊ ആ ഭാവശരീരം നിർമ്മിക്കപ്പെടും ഒരു സാധകന്റെ ഉള്ളില്. ആ ഭാവശരീരം ചിലർക്ക് വൈഷ്ണവ ഭാവശരീരം, ശൈവഭാവശരീരം, യൗകികമായ ഒരു മണ്ഡലം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ആ ഭാവമണ്ഡലത്തിനെ മൂലകാരണം ഇയാൾ ചെയ്യുന്ന ജപം, ധ്യാനം, ഉപാസന ഒക്കെയാണ്. അതിന്റെ ഫലമായിട്ട് അവിടെ ധ്യാനം വരുന്നു. ധ്യാനം എങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ചാൽ ആജ്യധാരയാ സ്രോതസ സമം സരള ചിന്തനം വിരളതഃപരം. ജപം ചെയ്ത് ധ്യാനം ചെയ്ത് അവസാനം മാനസികമായ ജപം ഒരു വേവ് ആവും എന്ന് പറഞ്ഞല്ലോ ഞാൻ, ഒരു അല, ഒരു തരംഗം. ആ തരംഗം നമ്മൾ സാധന ചെയ്യുമ്പോൾ മാത്രമല്ല, പാചകം ചെയ്യുമ്പോഴും അടുക്കളപ്പണി ചെയ്യുമ്പോഴും മറ്റു വേലകൾ ചെയ്യുമ്പോഴും ഒക്കെ ഈ ഭാവമണ്ഡലത്തിലെ ഒരു നെയ്യ് ഒരു പാത്രത്തിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ എങ്ങനെ വിച്ഛിത്തിയില്ലാതെ വരുമോ, അതുപോലെ ആജ്യധാര എന്ന് വെച്ചാൽ ആഹുതിയൊക്കെ അർപ്പിക്കുമ്പോ, വസോദ്ധാര ചെയ്യുമ്പോൾ അവസാനമാകുമ്പോൾ ഒരു വലിയ മരപ്പലകയിൽ വെച്ചിട്ട് നെയ്യ് അങ്ങനെ ഒഴിച്ചുവിടും. അത് വിച്ഛിത്തില്ലാതെ വരണം എന്നാണ്. അപൂർണാഹുതി നടക്കുമ്പോൾ ആ മന്ത്രം കഴിയണ വരെ വിച്ഛിത്തി പാടില്ല. അഗ്നിക്കും ഈ പാത്രത്തിന് നടുവിലുള്ള നെയ്യിന്റെ ഒഴുക്കിന് വിച്ഛിത്തി ഉണ്ടാവാൻ പാടില്ല.
അതിനെയാണ് ആജ്യധാര എന്ന് പറയുന്നത്. അങ്ങനെ ആജ്യധാരയുടെ സ്രോതസ് പോലെ സരള ചിന്തനം. സരളം എന്ന് വെച്ചാൽ എഫേർട്ട്ലെസ്, എഫേർട്ടില്ലാതെ, പ്രതിബന്ധമില്ലാതെ, ഒരു പരിശ്രമമില്ലാതെ സരളമായിട്ടൊരു ഒഴുക്ക് ഉള്ളിന്, ഒരു ഭാവത്തിന് ഒരു ഒഴുക്ക്. വിരളതപരം. വിരളം എന്ന് വെച്ചാൽ ഒരു ദിവസം ഇങ്ങനെ ഇപ്പോ സത്സംഗത്തിലിരിക്കുമ്പോഴോ മറ്റോ ഒരു ധ്യാനം ഉണ്ടായി, പിന്നെ അടുത്ത ദിവസം വരണില്ല, പിന്നെ കുറെ ദിവസം കഴിഞ്ഞ് എപ്പോഴോ വന്നാലായി. ഇതിനാണ് വിരളം എന്ന് പറയുന്നത്. ജപം ചെയ്യുമ്പോൾ ഇന്ന് നല്ല മൂടുണ്ടായിരുന്നു, നാളെ ഇല്ല. ചിലപ്പോൾ ജപിക്കാൻ പറ്റി, ചിലപ്പോൾ ജപിക്കാൻ പറ്റണില്ല. ഇത് വിരളമായ ജപം. അങ്ങനെയല്ലാതെ സരളം, അത് ഉള്ളിൽ പ്രകൃതി ലീനമായിട്ട് തീർന്നു. ഇയാളുടെ ഹൃദയത്തിൽ അത് ലീനമായി, ഗൂഢമായി, സ്വഭാവമായി, പ്രകൃതിയായിട്ട് തീർന്നു. വിരള വിച്ഛിത്തിയില്ലാതായിട്ട് തീർന്നു. അതാ ആ ആജ്യധാരയാ സ്രോതസ്സാ സമമുണ്ടല്ലോ, അതാണ് ഞാൻ ഈ ഭാവശരീരം എന്ന് പറഞ്ഞത്. അത് അങ്ങനെ നിൽക്കും. ചിലപ്പോൾ സത്സംഗം കഴിയുമ്പോൾ തന്നെ ഉണ്ടാവും. സത്സംഗം കഴിഞ്ഞാൽ ആ മൂടങ്ങനെ നിൽക്കും അകമേക്ക്. നിരന്തര ശ്രവണ മനന ഫലമായിട്ട് അതൊരു ശരീരമായിട്ട് മാറും. ആ ശരീരം നമ്മളെ ലോകത്തുനിന്ന് രക്ഷിക്കും. എന്താന്ന് വെച്ചാൽ ഈ ആമയ്ക്ക് ഉള്ളിൽ വലിക്കാൻ, എല്ലാം കൂടി ഉള്ളിൽ വലിക്കാൻ, ആമ ഉള്ളിൽ വലിക്കണ പോലെ നമ്മൾക്ക് ലോകസമ്പർക്കമില്ലാതെ ഉള്ളിൽ വലിഞ്ഞിരിക്കാനുള്ള ഒരു 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 ക്ഷേത്രമുള്ളിലുണ്ടാവും. ആ ക്ഷേത്രമാണ് ഈ ഭാവശരീരം. ആ ഭാവശരീരത്തിലാണ് യോഗികൾ ഇരുന്നു കൊണ്ടേയിരിക്കുന്നത്. ലോകവ്യവഹാരമൊക്കെ ചെയ്യുമ്പോഴും ലോകത്തിൽ സമ്പർക്കപ്പെടാതെ അവരെങ്ങനെ ഇരിക്കണു എന്ന് വെച്ചാൽ ഈ ഭാവശരീരം അകമേക്ക് ഉണർന്നതുകൊണ്ട് വ്യവഹാരം ഒന്നും അവരെ തൊടണില്ല. അവർ മുക്കാൽ ഭാഗവും ഈ ഭാവമണ്ഡലത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആ ഭാവമണ്ഡലത്തിനെ ഇവിടെ ഭഗവാൻ ആജ്യധാര പോലെ, നെയ്യൊഴുകുന്ന പോലെ നിരന്തര മനനം കൊണ്ട് സൃഷ്ടി ചെയ്യാൻ സാധിക്കും, സൃഷ്ടി ചെയ്യപ്പെടും. അങ്ങനെയുള്ള അനുസ്യൂതം അവിച്ഛിന്നമായ മനന ശരീരം ഉള്ളില് ഭാവന. അതാണ് ഭാവന. ഗീതയിൽ പറയണ ഭാവന. യോഗയുക്തനായിട്ടുള്ളവന് ഭാവന ഉണ്ടാവും, ഭാവനയുള്ളവന് ശാന്തി വരും. ശാന്തി എന്ന് വെച്ചാൽ ആത്മസ്വരൂപജ്ഞാനം. ഭാവന എന്ന് വെച്ചാൽ ഉപാസനയുടെ വീര്യം കൊണ്ട്, ബലം കൊണ്ട് ഉണ്ടാവുന്ന ഭാവമണ്ഡലം, സ്വാപ്നികമായ മണ്ഡലം. ആധ്യാത്മികമായിട്ട് നോക്കുമ്പോൾ സ്വപ്നം ജാഗ്രത്തിനേക്കാളും പ്രധാനമാണ്. ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യമായിട്ടിരിക്കാം. അധ്യാത്മമായിട്ട് സ്വപ്നത്തിൽ ഭഗവാന്റെ ദർശനം കിട്ടിയാൽ ജാഗ്രത്തിൽ അമ്പലത്തിൽ പോയി നോക്കുന്നതിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ്. എന്താന്ന് വെച്ചാൽ ജാഗ്രത്തിൽ അമ്പലത്തിൽ പോയി നിൽക്കുമ്പോൾ ചിലപ്പോൾ മുമ്പിൽ കണ്ടാലും കാണാതിരിക്കാം, വേറെ എന്തെങ്കിലും കാണാം, വേറെ എന്തെങ്കിലും ചിന്തിക്കാം. സ്വപ്നത്തിൽ ഭഗവത് ദർശനം ഉണ്ടാവുമ്പോ വേറെ ചിന്തിക്കലും കാണലും ഒന്നുമില്ല, ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് സ്വാപ്നിക ദർശനം ജാഗ്രതയിലുള്ള ദർശനത്തിനേക്കാളും ഊക്കമേറിയതാണ് അധ്യാത്മമായിട്ട്. അതുപോലെ സ്വാപ്നികമായ മണ്ഡലത്തിന് നിങ്ങളുടെ അടുത്ത് അടുപ്പുണ്ട്. ജാഗ്രതത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും നടന്നാൽ എനിക്കൊന്നും ബാധിക്കില്ല, സ്വപ്നത്തിൽ എന്തെങ്കിലും നടന്നാൽ എനിക്ക് ബാധിക്കും. ന്യൂസ് പേപ്പറിൽ വേണമെങ്കിൽ വരില്ലായിരിക്കാം സ്വപ്നത്തിൽ നടന്നത്, പക്ഷെ എന്നെ ബാധിക്കും. ജാഗ്രതയിൽ നടന്നാൽ നമ്മളെ ബാധിച്ചിട്ടില്ലെങ്കിൽ പേപ്പറിലിടും, അത്രയും അതിന് ഇമ്പോർട്ടൻസ് ഉള്ളൂ അല്ലേ. സ്വപ്നത്തിൽ നടന്നാൽ ഇറ്റ് ഈസ് മോർ ഇന്റിമേറ്റ് ടു യു. സോ സ്പിരിച്വലി ഇറ്റ് ഈസ് മോർ നിയറർ ടു യു ദാൻ ദി വേക്കിംഗ് സ്റ്റേറ്റ്. അപ്പൊ ആ സ്വാപ്നിക മണ്ഡലം സാധകനിൽ വളരെ 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 ഡെവലപ്പം. അതിനുവേണ്ടിയാണ് ഈ ഭാഗവത കഥയൊക്കെ ഇങ്ങനെ വിസ്തരിക്കുന്നത്. കൃഷ്ണകഥയൊക്കെ ഇങ്ങനെ വിസ്തരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ കഥകള് ശ്രവണം ചെയ്ത് അസ്ഖലിതാമതിർമമ, നാരദൻ പറയണത് മനസ്സ് സ്ഖലിക്കാതെ ആ മണ്ഡലത്തിൽ വിഹരിക്കാൻ തുടങ്ങിയെന്നാണ്. ഭഗവത് കഥകളൊക്കെ കേട്ട് ആ കഥാലോകത്തില്
ആ ദേവഭൂമിയില്, ആ അലൗകിക ഭൂവില് അങ്ങനെ വിഹരിക്കാൻ തുടങ്ങി. ആ സ്വാപ്നിക മണ്ഡലം ഭഗവത് കഥാശ്രവണം കൊണ്ട്. അതുകൊണ്ടാണ് ഈ കഥകളൊക്കെ കേൾക്കുകയും രാമായണമോ ഭാഗവതമോ ഈ കഥകളൊക്കെ യുക്തി ചിന്തയൊന്നും ചെയ്യാൻ പാടില്ല. കുട്ടികൾ ആസ്വദിക്കുന്ന പോലെ ആസ്വദിക്കണം. അത് ഭഗവാനാണ്, ഭഗവത് കഥയാണ്. ആ മണ്ഡലത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോയാൽ നമ്മളുടെ ജാഗ്രതയിലുള്ള പ്രശ്നങ്ങളൊന്നും ബുദ്ധിയിൽ വരില്ല. ഇവിടെ ആര് ഭരിച്ചു, ആര് പ്രൈം മിനിസ്റ്റർ, ആര് ചീഫ് മിനിസ്റ്റർ, ഇലക്ഷൻ നടന്നുവോ, ജയിച്ചുവോ തോറ്റുവോ, നല്ലതോ ചീത്തയോ, ഈ ലോകത്തിന്റെ ഗ്രിപ്പ് നമ്മളിൽ നിന്ന് പോകും. മഹർഷിയോട് ഒരാൾ ചോദിച്ചു, ഹൗ ഡസ് സ്ലീപ്പ് ഓവർ പവർ മീ? ഉറക്കം എന്നെ ബലമായി കയറി പിടിക്കുന്നത് എങ്ങനെയാ? മഹർഷി പറഞ്ഞു, ആസ് ദ വേക്കിംഗ് സ്റ്റേറ്റ് ഡു. ഈ വേക്കിംഗ് സ്റ്റേറ്റ്, ജാഗ്രത തന്നെ പിടിക്കുന്നത് നീ കോൺഷ്യസ് അല്ല. ജാഗ്രത്തിന് നിന്റെ മേലെയുള്ള സ്വാധീനത്തിനെ കുറിച്ച് നീ അറിയണില്ല. അത് സത്യം പോലെയാണ് നിന്റെ ഭാവം. അതും വന്നു പോകുന്ന ഒരു അവസ്ഥ മാത്രമാണ്. അതുകൊണ്ട് അതിന്റെ ഒരു ഗ്രിപ്പ് നമ്മളുടെ മേലുണ്ട്. എന്ത് നടന്നാലും നമ്മൾ ഡിസ്റ്റർബ്ഡായി, എന്ത് നടന്നാലും നമ്മൾ അഫക്റ്റ് ചെയ്യണം. ആ അഫക്റ്റേഷൻ ഇല്ലാതിരിക്കാനാണ് അന്തരംഗത്തിലുള്ള ദേവൻ തന്നെ തീരുമാനിച്ചു, ഇവൻ എന്തെങ്കിലും ഒരു കളിപ്പാട്ടം, ഒരു ചോക്ലേറ്റ് കൊടുത്തിട്ട് ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. ഈ ആളെ പിടിക്കാനുള്ളവരൊക്കെ ചോക്ലേറ്റ് കൊടുത്തിട്ടാണല്ലോ പിടിച്ചിട്ട് പോവുക. പഴയ കാലത്ത് മുട്ടായി കൊടുത്ത് കുട്ടികളെ പിടിച്ചോണ്ട് പോയിരുന്നു. ഉള്ളിലുള്ള ദേവനും പൊടിയിട്ട് പൊടിയാൽ മയക്കി എൻ ബോധത്തെ പരിത്ത് ഉൻ ബോധത്തെ കാട്ടിനെ അരുണാചല. ഈ പൊടിയിട്ട ആളുകളെ മയക്കി കഴിഞ്ഞിട്ട് കയ്യിലുള്ളതൊക്കെ പറിച്ചോണ്ട് പോലെ. അതുപോലെ അരുണാചലേശ്വരൻ എന്താ ചെയ്തത് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. പൊടിയാൽ മയക്കി, തന്റെ അനുഗ്രഹമാവുന്ന പൊടി കൊണ്ട് മയക്കിയിട്ട്, പൊടിയാൽ മയക്കി എൻ ബോധത്തെ പരിത്ത്, എന്റെ ജീവാഹന്റെ പറിച്ചെടുത്തിട്ട് ഉൻ ബോധത്തെ കാട്ടിനെ അരുണാചല, എന്റെ അഭിമാനമാകുന്ന ഈ ജീവാഹന്റെ ഇല്ലാതാക്കിയിട്ട് അഖണ്ഡമായ പൂർണ്ണമായ സ്വരൂപത്തിനെ അവിടെ പ്രകാശിപ്പിച്ചു ഹേ അരുണാചല. ഭേദഭാവനാത് സോഹമിത്യസൗ ഭാവനാഭിതാം പാവനീമത. ഭാവബലത്തിനാൽ ഭാവനാതീത സദ്ഭാവത്തിരുത്തലെ ഉന്തി പരം. അതടുത്ത ശ്ലോകം. ഭിന്നൻ ഞാൻ ഈശ്വരൻ തന്നേക്കാൾ എന്നുള്ള ഭേദഭാവത്തെക്കാൾ സോഹമെന്നും അന്യനല്ലെന്ന് അവൻ അഭേദഭാവം തന്നെ അത്യന്തം ഉത്കൃഷ്ടമായ ഭാവം. ഭേദഭാവനയെക്കാളും ഭഗവാൻ വേറെ ഞാൻ വേറെ ആ സത്യം വേറെ എന്നുള്ള ഈ ദ്വൈതഭാവനയെക്കാളും അത് തന്നെ ഞാൻ എന്നുള്ള പ്രത്യഭിജ്ഞയാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. അത് തന്നെ എന്റെ സ്വരൂപമെന്ന് ഉറച്ച ദൃഢമായ ആ സ്വരൂപനിഷ്ഠയിലിരിക്കുന്നതാണ് ശ്രേഷ്ഠം. ഇത് ആദ്യം ഭഗവാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഇടാണ്. ഭേദഭാവനാത്ത് ഞാൻ എന്നൊരാളുണ്ട്, എനിക്ക് സത്യത്തിനെ അറിയണം എന്ന് പറയുമ്പോ തന്നെ മഹർഷി പറയുന്ന ഒരു ഉദാഹരണം, കള്ളൻ പോലീസ് വേഷം കെട്ടിയിട്ട് കള്ളനെ അന്വേഷിക്കണ പോലെയാണെന്ന്. കുറെ പോലീസുകാർ കള്ളനെ അന്വേഷിക്കുമ്പോൾ ഈ കള്ളൻ എന്ത് ചെയ്തു? അയാളും പോലീസ് വേഷം കെട്ടി, എന്നിട്ട് പോലീസുകാരുടെ കൂടെ തന്നെ കൂടി. പിടിക്കാൻ പറ്റുമോ? അതുപോലെ ഈ അഹന്തയെ തന്നെയാണ് കുഴപ്പം. അത് സ്വയം ഇതിന്റെ കൂടെ കൂടിയിട്ട് എനിക്ക് ബ്രഹ്മജ്ഞാനം വേണം, സാക്ഷാത്കാരം വേണം എന്നൊക്കെ പറയുന്നു. ഈ അഹന്തയുടെ സ്വരൂപം എന്താണ്? ഞാൻ ആരാണ് എന്ന് ആരായുമ്പോ ഈ ഞാൻ എന്നുള്ളതിന് ഇരിപ്പില്ലാതെ മറഞ്ഞു പോകും. അവിടെ ഞാൻ നീ അവൻ എന്നില്ലാത്ത അഭേദമായ ഭാവം, അഭേദമായ അഖണ്ഡമായ തത്വം സ്വയമേവ താനായി പ്രകാശിച്ചു നിൽക്കും. ഭിന്നൻ ഞാൻ ഈശ്വരൻ എന്നേക്കാൾ അന്യൻ എന്ന് ഈ ഭേദഭാവം ഉണ്ടല്ലോ, ഇതാണ് സംസാരം എന്ന് പറയുന്നത്.
ഞാനെന്നും ഈശ്വരനെന്നും പിളർന്നളവ് ജ്ഞാനദ്വയങ്ങൾ എന്ന് ഹരിനാമകീർത്തനം. ത്രിപുടി. ജീവ ജഗത് ഈശ്വരൻ மும்முதலை எம்மதமும் முற்கொள்ளும் ஓர் முதலே மும்முதலாய் நிற்கும் என்றும் மும்முதலும் மும்முதலே என்னல் அகங்காரம் இருக்கும் மட்டே யான் கெட்டு தன்னிலையில் நிற்றல் തലൈ. ഞാൻ എന്താണ് എന്ന് ആരായുമ്പോൾ ഞാൻ ഇല്ലാതാവുമ്പോൾ മുമ്മുതലും പോയി. മുമ്മുതൽ എന്ന് വെച്ചാൽ ജീവൻ, ഈശ്വരൻ, ജഗത്ത്, മൂന്നെണ്ണം ത്രിപുടി. ഈ ത്രിപുടി പോയി അഭേദഭാവം, അഖണ്ഡമായ അദ്വൈതമായ ആത്മസാക്ഷാത്കാരം തന്നെ ശ്രേഷ്ഠം. ഭേദഭാവനാത്, ഭേദഭാവനയെക്കാളും സോഹമിതി. ചിലർക്ക് സോഹം സോഹം ജപിക്കും, അങ്ങനെയൊന്നും ശരിയാവില്ല. അതൊക്കെ ചിലർ മന്ത്രമാക്കിയിട്ടിരിക്കും. അത് വേണമെങ്കിൽ മന്ത്രജപം പോലെ വേണമെങ്കിൽ ഫലിക്കുമെന്തോ, പക്ഷേ ആത്മസാക്ഷാത്കാരത്തിനൊന്നും അത് പ്രയോജനപ്പെടില്ല. അത് പ്രത്യഭിജ്ഞ, ഉള്ളിലുള്ള റെക്കഗ്നിഷനാണ്. അത് ഞാൻ എന്നുള്ള പ്രത്യഭിജ്ഞ. സോഹമിതി, അത് തന്നെ ഞാൻ എന്ന്. പക്ഷെ അത് തന്നെ ഞാൻ എന്ന് പറയുമ്പോൾ ശ്രവണ മനന നിധിധ്യാസനങ്ങൾ കൊണ്ട് അഹന്ത ഉദിക്കാത്തതായ അഖണ്ഡ സത്തയെ അകമയ്ക്കൊന്ന് ദർശിച്ചു കഴിഞ്ഞിട്ടാണ് ഗുരു ഉപദേശിക്കുന്നത്. അതാണ് നീ. അങ്ങനെ ആ ദർശനമണ്ഡലത്തിൽ, ഭാവമണ്ഡലത്തിൽ ഇരിക്കുമ്പോൾ ഗുരു ഉപദേശിക്കുമ്പോൾ ആ ക്ഷണത്തില് പ്രത്യഭിജ്ഞ ഉണ്ടാവും. അത് തന്നെ ഞാൻ, സോഹമസ്മി. അങ്ങനെ ആ പ്രത്യഭിജ്ഞ ഉണ്ടാകുമ്പോൾ, നിർവികൽപ്പമായ ആ പ്രജ്ഞ ഉണ്ടാകുമ്പോൾ അത് തന്നെ ഞാൻ എന്നുള്ള ദൃഢത ഉണ്ടല്ലോ, അത് തന്നെയാണ് ആത്മസാക്ഷാത്കാരം. ഞാൻ, നീ, അവൻ എന്നുള്ള ഈ പ്രതിബന്ധങ്ങളൊക്കെ നീങ്ങി അഖണ്ഡമായ ചിത്വദർശനം, തത്വദർശനം. ഇത് പറഞ്ഞ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, അതെങ്ങനെ സാധിക്കും? ഭാവബലം കൊണ്ട് സാധിക്കുന്നു. ഭാവബലം കൊണ്ട് ഭാവനാതീതമായ സദ്ഭാവത്തിലിരിക്കാൻ പറ്റും. ഭാവബലം കൊണ്ട് ഭാവം കടന്ന് അസദ്ഭാവത്തിൽ, അസദ്ഭാവമല്ല, ആ സദ്ഭാവത്തിൽ നിലനിൽക്ക തന്നെ ഭാവനാഭക്തിയേക്കാൾ അതിപാവന ഭക്തി, പരാഭക്തി, മുക്തി നൽകും. പരാഭക്തി, ആത്മാവാണ് ഞാൻ എന്ന് അറിയണതാണ് ഭക്തി എന്നാണ് ഡെഫിനിഷൻ. ഗീതയിലും ഭഗവാൻ പറഞ്ഞു പരാഭക്തി എന്താണ് എന്ന് വെച്ചാൽ ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭത്തെ പരാം. എപ്പോഴാണ് പരാഭക്തി എന്ന് വെച്ചാൽ എപ്പോ താൻ ബ്രഹ്മമാണെന്ന് അറിയോ അപ്പോ അവന് ശോകമില്ല, ആഗ്രഹമില്ല. സർവഭൂതങ്ങളിലും സമമായിട്ടിരിക്കുന്ന തത്വത്തിനെ കാണുമ്പോ അവൻ പരാഭക്തനായിട്ട് തീരുന്നു, പരാഭക്തി നേടുന്നു. മദ്ഭക്തിം ലഭത്തെ പരാം. അപ്പൊ ബ്രഹ്മഭൂതന്റെ സ്ഥിതിയാണത്. മൈൻഡ് ലെവലിൽ വരുന്ന ഭക്തിയല്ല, മനസ്സ് ലെവലിൽ വരുമ്പോ മനസ്സ് പോകുമ്പോ അതും പോയി പോകും. ഈ ഭക്തി ആത്മാനുഭൂതിയാവുന്ന ഭക്തിയാണ്, ആത്മാവിലാണ് ഇരിക്കുന്നത്, മനസ്സിലല്ല. അതുകൊണ്ട് ആത്മാവ് പോലെ തന്നെ ആ ഭക്തിയും സ്ഥിരം. അത് ആത്മാവിന്റെ സ്വരൂപപ്രജ്ഞയാവുന്ന ഭക്തിയാണ്. അത് ഭാവനാതീത സദ്ഭാവസുസ്ഥിതി, ഭേദഭാവനാത് ഭാവശൂന്യ സദ്ഭാവസുസ്ഥിതി ഭാവനാബലാത് ഭക്തിരുത്തമ. ഭാവശൂന്യം എന്നുവെച്ചാൽ ഈ ഭാവശരീരം അവിടെ അടങ്ങിപ്പോയി. തത്വം അറിഞ്ഞു കഴിഞ്ഞപ്പോ, ആത്മസാക്ഷാത്കാരം ഉണ്ടായപ്പോ ഈ ഭാവശരീരം മറഞ്ഞുപോയി, ഉള്ളിലുള്ള ആ സ്വപ്നവും മറഞ്ഞുപോയി. മുക്താശ്രയം യർഹി നിർവിഷയം വിരക്തം നിർവാണമൃച്ഛതി മനഃ സഹസാ യഥാർത്ഥി ആത്മാനമത്ര പുരുഷോ അവ്യവധാനമേകം അന്വീക്ഷതേ പ്രതിനിവൃത്ത ഗുണപ്രവാഹ
എന്ന് ഭാഗവതം. അവിടെ ആശ്രയമായിട്ടിരിക്കുന്ന ഈ ഭാവശരീരവും മറഞ്ഞുപോയി. മുക്താശ്രയം, നിർവിഷയം, വിരക്തം, നിർവാണമൃച്ഛതി. ഒരു കർപ്പൂരം കത്തിപ്പോണ പോലെ കത്തിപ്പോയി എന്നാണ് ഉള്ളിലുള്ള ഈ അഭിമാനത്തോടുകൂടി ഭാവശരീരം. ആത്മാനമത്ര പുരുഷോ അവ്യവധാനമേകമന്വീക്ഷത്തെ. ഒരു തടസ്സം, വ്യവധാനമില്ലാതെ ആത്മാവിനെ കാണുന്നു. പ്രതിനിവൃത്ത ഗുണപ്രവാഹ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഒന്നിന്റെയും പ്രതിബന്ധമില്ലാത്ത അപ്രതിബന്ധമായിട്ടുള്ള ആ സ്വരൂപ അനുഭൂതി അവിടെ, ആത്മാനുഭൂതി അവിടെ ഉണ്ടാവണു. ആ ആത്മാനുഭൂതി ഭാവശൂന്യ സദ്ഭാവസുസ്ഥിതി. കേവല സദ്ഭാവം മാത്രമേ ഉള്ളൂ അവിടെ. ഇരുപ്പ് മാത്രം, എക്സിസ്റ്റൻസ്, അസ്തിത്വം. അസ്മിത്വമല്ല, അസ്തിത്വം, ഇരുപ്പ്, എക്സിസ്റ്റൻസ്. ആ ഇരുപ്പ് മാത്രമായി യാതൊന്നുണ്ടോ അത് തന്നെ ബ്രഹ്മമാണെന്നും ഈശ്വരനാണെന്നും പൂർണ്ണവസ്തുവാണെന്നും എന്നുള്ള അഭേദമായ പ്രത്യഭിജ്ഞ ദർശനം അവിടെ ഉണ്ടായി. അതിന് ഉപോത്ബലമായിട്ടിരുന്നത് എന്താ? ഭാവനാബലാത്ത്. ഈ ഭാവനാബലം കൊണ്ട് ഭാവശൂന്യമായി സ്വരൂപസ്ഥിതിയിൽ ഇരുന്നു. ഭാവനാബലാത് ഭാവശൂന്യ സദ്ഭാവം, കേവല സന്മാത്രമായ ചിന്മാത്രമായ സ്വരൂപത്തിൽ ഇരുന്നു. അത് ഭഗവാൻ പറഞ്ഞു ഉത്തമാ ഭക്തി. ആ ഭക്തി മുക്തി നൽകും. അതാണ് പരാഭക്തി, മുക്തി നൽകും. എന്താ മുക്തി നൽകുന്ന വെച്ചാൽ അവിടെ മുക്തി നൽകാന്നല്ല, അത് മുക്തി തന്നെ സ്വരൂപം. അവിദ്യ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോ ആത്മാവിന്റെ സ്വരൂപം എന്താ? മുക്തി. നിത്യമുക്തം, നിത്യമുക്തം. ബന്ധമേ അതിലിരിക്കാൻ പറ്റില്ല. സൂര്യനിൽ ഇരുട്ടിരിക്കാൻ പറ്റില്ല. സൂര്യന് രാത്രി അറിയില്ല. അതുപോലെ ആ സ്വരൂപത്തിലെ ബന്ധമോ മുക്തിക്കോ ഇടമില്ല. ലാസ്റ്റിൽ പറയും ബന്ധമുക്തി അതീതം പരം സുഖം വിന്ദതീഹ ജീവസ്തു ദൈവിക. അവിടെ ബന്ധത്തിനോ മുക്തിക്കോ ഇരിപ്പിടമില്ല. നിത്യമുക്തമായ സ്വരൂപം, നിത്യ സ്വതന്ത്രമായ സ്വരൂപമത് അപരിമിതമായ സുഖസ്വരൂപമായിരിക്കുന്ന ആ വസ്തു അവിടെ പ്രകാശിക്കണു. അപ്പോ ഭാവബലം കൊണ്ട് ഭാവം കടന്ന് സദ്ഭാവത്തിൽ, ആ സദ്ഭാവത്തിൽ നിലനിൽക്ക തന്നെ ഭാവനാഭക്തി. ഭാവനാഭക്തിയേക്കാളതി പാവനഭക്തി, പരാഭക്തി മുക്തി നൽകും. സാധാരണ ഭക്തി ഭാവനാഭക്തിയേക്കാൾ അതിപാവന പരാഭക്തി. സാധാരണ ഭക്തിയൊക്കെ ഭാവനാഭക്തിയാണ്. മനസ്സിന്റെ ഭാവമണ്ഡലത്തിലാണ് ഇരിക്കുന്നത്. ആ ഭാവന പോയാൽ പോകും. ഭാവനയുള്ളവരെ സാധാരണ ഭക്തിയുള്ളൂ. അതാണ് ഭക്ത്യാ സഞ്ജാതയാ ഭക്ത്യാ എന്ന് ഭാഗവതത്തിൽ പറഞ്ഞു. ഭക്തി കൊണ്ടുണ്ടാകുന്ന ഭക്തി എന്നാണ്. ഭാവനാഭക്തി കൊണ്ട് ഇയാള് സാധന ചെയ്തു. ഭാവനാഭക്തിയേക്കാൾ അതിപാവന ഭക്തി പരാഭക്തി മുക്തി നൽകും. ആ പരാഭക്തി എന്ത് ചെയ്യും? അത് മുക്തി സുഖത്തിനെ കൊടുക്കും. ജീവനെ പരമാർത്ഥം പ്രകാശിപ്പിച്ച് മുക്തനാക്കി തീർക്കും എന്ന് പറഞ്ഞു. നമ്മള് 9 ശ്ലോകമായി. ഇനിയിപ്പോ എത്ര ദിവസമുണ്ട്? 2 or 3? 3 ദിവസം നോക്കാം. എത്ര ദൂരം പോകും നോക്കാം. എവിടെ എത്തിയോ അവിടെ നിൽക്കും. അത്ര തന്നെ. എത്ര ദൂരം പോകും നോക്കാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല, അരുണാചല ശിവം, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല.